ഇവിടെ വചനത്തിൻ്റെ ഗാനം ആരംഭിക്കുമ്പോൾ എല്ലാവരും സ്റ്റേജിലേക്ക് വരും. വചനത്തിൻ്റെ ഗാനം ബൈബിൾ എഴുന്നള്ളിച്ചുകൊണ്ട് വരുന്നു. വചനത്തിൻ്റെ ഗാനം ആരംഭിക്കുമ്പോൾ വചനം ദൈവവചനം ഇരുവത്തലവാർ പോലെ ചലിക്കും വചനം ജീവവചനം ദൈവത്തിൻ തിരുവചനം മൊഴിയും വചനം സത്യവചനം ഇരുവത്തലവാർ പോലെ ചലിക്കും വചനം ജീവവചനം വചനമേ നിറയുനീ വയലിലേ കതിരുപോ വചനമേ നിറയുനീ വയലിലേ കതിരുപോ ദൈവത്തിൻ തിരുവചനം മൊഴിയും വചനം സത്യവചനം ഇരുവായ് തലവ പോലെ ചലിക്കും വചനം ജീവവചനം വചനം അതിയിലേവമൊരുക്കി അതിയുമന്തവുമാകും വചനം അതിയിലേവമൊരുക്കി ആത്മാവും ജീവനുമാകും വചനം ആത്മീയ അന്ധത മാറ്റിയിടും ആത്മാവും ജീവനുമാകും വചനം ആത്മീയ അന്ധത മാറ്റിയിടും വചനമേ നിറയുനീ വയലിലേ കതിരുപോ വചനമേ നിറയുനീ വയലിലേ കതിരുപോ വചനമേ നിറയുനീ വയലിലേ കതിരുപോ വചനമേ നിറയുനീ വയലിലേ കതിരുപോ ഉപരാധികാരികൾ ബഹുമാനപ്പെട്ട ഫ്രാൻസിസ് ആലപ്പട്ട അച്ഛനെ സ്വാഗതം ആശംസിക്കുവാനായി വേദിയിലേക്ക് ക്ഷണിക്കുന്നു. കോതമംഗലം രൂപതാവ് കുടുംബത്തിൻ്റെ അധ്യക്ഷനും ഈ കൺവെൻഷൻ്റെ ഉദ്ഘാടകനുമായ അഭിവന്യ പിതാവേ, പെരിയ ബഹുമാനപ്പെട്ട ജനറാളച്ച, ഈ കൺവെൻഷൻ നയിക്കുന്നതിന് വേണ്ടി ദൈവനിയോഗപ്രകാരം ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള സഹിയോൻ കൺവെൻഷൻ ടീമിൻ്റെ
നേതൃത്വ ശുശ്രൂഷ നടത്തുന്ന ബഹുമാനപ്പെട്ട സേവിയർ ഖാൻ വട്ടായി അച്ച, മറ്റ് ടീം അംഗങ്ങളെ, കത്തീഡ്രൽ വികാരി പെരിയ ബഹുമാനപ്പെട്ട തോമസ് പെരിയപ്പുറമച്ച, കോതമംഗലം രൂപത പ്രാർത്ഥനാ ഗ്രൂപ്പുകളുടെ ഡയറക്ടർ ബഹുമാനപ്പെട്ട തോമസ് പറയിടമച്ച, ഈ വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന മറ്റ് വിശിഷ്ട കുടുംബാംഗങ്ങളെ, ബഹുമാനപ്പെട്ട വൈദികരെ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, സ്നേഹമുള്ള മാതാപിതാക്കളെ, മാധ്യമ പ്രവർത്തകരെ, ഈ കൂടാരത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന സ്നേഹമുള്ള വോളണ്ടിയേഴ്സ്, ഈ കൺവെൻഷനിൽ പങ്കെടുക്കുന്നതിനു വേണ്ടി എത്തിച്ചേർന്നിട്ടുള്ള സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, വാത്സല്യമുള്ള കുഞ്ഞുമക്കളെ, മനുഷ്യൻ ജീവിക്കുന്നത് അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിന്റെ അധരത്തിൽ നിന്നും പുറപ്പെട്ടു വരുന്ന ഓരോ വാക്കുകൊണ്ടുമാണ് എന്നെഴുതപ്പെട്ടിരിക്കുന്നു. മത്തായി സുവിശേഷകന്റെ 1-ാം അധ്യായത്തിലെ തിരുവചനമാണിത്. ജീവിക്കുന്നതിനു വേണ്ടി അപ്പം കണ്ടെത്താൻ മനുഷ്യൻ എന്നും അധ്വാനിക്കുന്നുണ്ട് എന്ന് നമുക്കറിയാം. അവന്റെ ജീവിതം മുഴുവൻ അപ്പത്തിനു വേണ്ടിയുള്ള അധ്വാനം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. അപ്പമുണ്ടെങ്കിലേ ജീവിക്കാൻ ആവുകയുള്ളൂ. അപ്പമുള്ളവനാണ് സമ്പന്നൻ, അപ്പം ഇല്ലാത്തവനാണ് ദരിദ്രൻ. കർത്താവ് ഒരു നാൾ അരുളി ചെയ്തു, ദരിദ്രരെ നിങ്ങളുടെ ഭാഗ്യം. സമ്പന്നരെ കുറിച്ച് അങ്ങനെ പറയാൻ അവിടുന്ന് വിസമ്മതിച്ചു. അങ്ങനെ അപ്പത്തിനു വേണ്ടിയുള്ള അധ്വാനം നിറഞ്ഞ മനുഷ്യജീവിതം, അപ്പത്തിനു വേണ്ടിയുള്ള തിക്കും തിരക്കും ബഹളവും കൂട്ടുന്ന ആധുനിക ലോകം, ഈ ലോകത്തിൽ നിന്നുമൊക്കെ മനസ്സിനെ, ഹൃദയത്തെ അല്പസമയത്തേക്ക് ഒന്ന് സ്വതന്ത്രമാക്കി ജീവദായകമായ അപ്പം യേശു പങ്കുവയ്ക്കുന്നു എന്ന് വിശ്വസിച്ചുകൊണ്ട് എന്റെ വചനം ആത്മാവും ജീവനുമാകുന്നു എന്ന് അരുളി ചെയ്ത ആ കർത്താവിന്റെ തിരുസന്നിധിയിൽ കുറച്ചു സമയം ഇരിക്കുന്നതിനു വേണ്ടി വിശ്വാസത്തോടെ എത്തിച്ചേർന്നിട്ടുള്ള ആളുകളാണ് ഇന്ന് ഈ കൂടാരത്തിൽ ഇവിടെ സന്നിഹിതരായിരിക്കുക. മനുഷ്യൻ ജീവിക്കുന്നത് അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിന്റെ അധരത്തിൽ നിന്നും പുറപ്പെട്ടു വരുന്ന വാക്കുകൊണ്ടുകൂടിയാണ് എന്ന് വിശ്വസിക്കുന്നതിന്, സ്വീകരിക്കുന്നതിന്, ഏറ്റുപറയുന്നതിന് ആഗ്രഹിച്ചുകൊണ്ട് സന്നിഹിതരായിരിക്കുന്ന നാം എല്ലാവരും അനുഗ്രഹീതരാണ്. എന്റെ നാമത്തിൽ 2-3 പേർ ഒരുമിച്ച് കൂടുമ്പോൾ അവരുടെ മധ്യേ സത്യമായും ഞാനുണ്ടായിരിക്കും എന്നുള്ളത് ജീവിക്കുന്ന ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വാക്കുകളാണ്. അങ്ങനെയെങ്കിൽ 100 കണക്കിന്, 1000 കണക്കിന്, 10000 വിശ്വാസികൾ ഒരുമിച്ച് കൂടുമ്പോൾ യേശുനാമത്തെ സ്തുതിക്കുകയും ആ പരിശുദ്ധ നാമത്തെ വാഴ്ത്തി പുകഴ്ത്തുകയും ചെയ്യുമ്പോൾ, ദൈവനാമത്തിന് കൃതജ്ഞത സ്തോത്രങ്ങൾ സമർപ്പിക്കുമ്പോൾ അവിടുത്തെ പരിശുദ്ധ സാന്നിധ്യം ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും നമുക്കാർക്കുമില്ല. അതുകൊണ്ട് ഈ കൂടാരം ദൈവവചനത്തിന്റെ കൂടാരമായി, ഈ കൂടാരം ദൈവ സാന്നിധ്യത്തിന്റെ കൂടാരമായി, ഈ കൂടാരം സൗഖ്യദായകമായ, ജീവദായകമായ തിരുവചനങ്ങൾ പങ്കുവയ്ക്കപ്പെടുന്ന കൂടാരമായി ഈ വരുന്ന 5 ദിവസങ്ങളിലേക്ക് ഒരുക്കപ്പെട്ടിരിക്കുന്നു. നമുക്ക് ദൈവത്തിന് നന്ദി പറയാം, ദൈവത്തെ സ്തുതിക്കാം, അവിടുത്തെ പരിശുദ്ധ നാമത്തെ മഹത്വപ്പെടുത്താം. ഈ കൂടാരം ഒരുക്കുന്നതിനും ഈ കൂടാരത്തിലേക്ക് നിങ്ങളെ എല്ലാവരെയും ക്ഷണിക്കുന്നതിനും സ്വാഗതം ചെയ്യുന്നതിനും മുൻകൈയെടുത്തതും ഈ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുന്നതും നമ്മുടെ രൂപത കുടുംബത്തിന്റെ അഭിവന്യ പിതാവാണ്. അപ്പം കൊണ്ട് മാത്രമല്ല എന്റെ ജനം ജീവിക്കേണ്ടത്, ദൈവത്തിന്റെ അധരത്തിൽ നിന്നും പുറപ്പെട്ടു വരുന്ന ജീവദായകമായ വചനം കൊണ്ടുകൂടിയാണ് എന്ന് എല്ലാവരെയും ബോധ്യമുള്ളവനും എല്ലാവരെയും തീക്ഷ്ണതയോടെ ഇത് പ്രഘോഷിക്കുന്നവനുമാണ് നമ്മുടെ കുടുംബത്തലവൻ. അതുകൊണ്ട് തന്നെ ഈ വർഷം
നമ്മുടെ രൂപതയിൽ ഒരു രൂപത കൺവെൻഷൻ എന്ന രീതിയിൽ തന്നെ ദൈവവചനത്തിന്റെ ഈ കൂടാരം ഒരുക്കണമെന്നും എല്ലാവരെയും ഇങ്ങോട്ട് സ്വാഗതം ചെയ്യണമെന്നും അദ്ദേഹം ആഗ്രഹിച്ചു. സ്വാഭാവികമായിട്ടും എല്ലാവർക്കും എത്തിച്ചേരാനാവുകയില്ല. എന്നിരുന്നാലും നമ്മുടെ രൂപത കുടുംബത്തിലുള്ള എല്ലാ ഇടവകകളിൽ നിന്നും പ്രാതിനിധ്യ സ്വഭാവത്തോടുകൂടിയെങ്കിലും ആളുകൾക്ക് എത്തിച്ചേരാൻ കഴിയും എന്നുള്ള കാര്യത്തിൽ സംശയവുമില്ല. അങ്ങനെ നമുക്ക് വേണ്ടി ഈ വചന കൂടാരം ഒരുക്കുകയും ഈ കൂടാരത്തിലേക്ക് നമ്മെ സ്വാഗതം ചെയ്യുകയും ഈ കൂടാര ശുശ്രൂഷകളിൽ നമ്മോടൊത്തുണ്ടായിരിക്കുകയും ഇന്ന് ഇതിനാരംഭം കുറിച്ചുകൊണ്ട് ഈ കൺവെൻഷന്റെ അഭിഷേകാഗ്നി എന്ന പേരിൽ നാം പേര് നൽകിയിരിക്കുന്ന ഈ കൺവെൻഷന്റെ ഉദ്ഘാടകനുമായി നമ്മുടെ മധ്യത്തിലായിരിക്കുന്ന അഭിവന്യ പിതാവിന് ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ സ്നേഹപൂർവം ഹൃദയപൂർവം സ്വാഗതം ആശംസിക്കുന്നു. ഈ കൂടാര ശുശ്രൂഷകൾക്ക് വേണ്ടി ഒരുക്കങ്ങൾ ചെയ്യുന്നതിനു വേണ്ടി ഏറ്റവും കൂടുതൽ അധ്വാനിക്കുകയും നേതൃത്വം നൽകുകയും എല്ലാ പരിപാടികളും ക്രോഡീകരിക്കുകയും ക്രമീകരിക്കുകയും ചെയ്തത് നമ്മുടെ രൂപതയുടെ വികാരി ജനറൽ പെരിയ ബഹുമാനപ്പെട്ട മോൺസിഞ്ഞോർ തോമസ് മലേക്കുടിയാണ്. ഇന്ന് വിശുദ്ധ ബലി അർപ്പിച്ചുകൊണ്ട് ഈ കൺവെൻഷനെ മുഴുവനായും പൂർണ്ണമായും ദൈവതിരുസന്നിധിയിൽ സമർപ്പിച്ചതും അദ്ദേഹം തന്നെയാണ്. പെരിയ ബഹുമാനപ്പെട്ട മോൺസിഞ്ഞോർ തോമസ് മലേക്കുടി അച്ഛന് ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ സ്നേഹപൂർവ്വം സ്വാഗതം ആശംസിക്കുന്നു. ഈ കൂടാരത്തിൽ ശുശ്രൂഷ ചെയ്യുന്നതിനു വേണ്ടി ദൈവം നിയോഗിച്ചു നൽകിയിട്ടുള്ളത് ബഹുമാനപ്പെട്ട സേവിയർ ഖാൻ വട്ടായി അച്ഛനെയാണ്. പാലക്കാട് രൂപതക്കാരനാണ് അദ്ദേഹം. സഹിയോൻ ധ്യാനകേന്ദ്രത്തിലാണ് അദ്ദേഹം ശുശ്രൂഷകൾ ക്രമമായി നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നിരുന്നാലും ദൈവവചനവുമായി എവിടെ ആവശ്യം ഉണ്ടോ അവിടെ ഓടിയെത്തുന്നതിനുള്ള വലിയ മനസ്സും ഹൃദയവും ഒരുക്കവും സന്നദ്ധതയും അദ്ദേഹത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹം നമ്മുടെ രൂപതയിൽ ഇതിനു മുൻപും പല പ്രാവശ്യം വരികയും പല ശുശ്രൂഷകളും നിർവഹിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്ന് ഈ രൂപതയിൽ 5 ദിവസം നമ്മോടൊത്തായിരിക്കുന്നതിന് ദൈവവചനം ഒരഗ്നിയായി നമ്മുടെ ഹൃദയത്തിൽ, നമ്മുടെ മനസ്സിൽ, നമ്മുടെ മജ്ജയിൽ, നമ്മുടെ അസ്ഥിയിൽ, നമ്മുടെ ശരീരം മുഴുവനിലും ആത്മാവും മുഴുവനിലും പടരത്തക്കവണ്ണം ശുശ്രൂഷ നടത്തുന്നതിനുള്ള ആ സമർപ്പണ ബുദ്ധിയോടുകൂടെ, മനോഭാവത്തോടുകൂടെ ദൈവകരങ്ങളിലെ ഒരു ഉപകരണമെന്നുള്ള ആ വിനീത ഭാവത്തിൽ നമ്മുടെ മധ്യത്തിൽ ആയിരിക്കുന്ന ഈ ദിവസങ്ങളിൽ നമ്മോടൊത്ത് ഇവിടെ പ്രാർത്ഥിച്ചും വചന ശുശ്രൂഷ നടത്തിയും കഴിയാൻ ആഗ്രഹിച്ച് എത്തിയിട്ടുള്ള ബഹുമാനപ്പെട്ട സേവിയർ ഖാൻ വട്ടായി അച്ഛന് ഈ കൺവെൻഷന്റെ പേരിൽ, രൂപത കുടുംബത്തിന്റെ പേരിൽ, അഭിവന്യ പിതാവിന്റെ പേരിൽ, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം ആശംസിക്കുന്നു. അദ്ദേഹത്തിന്റെ കൂട്ടത്തിൽ ബഹുമാനപ്പെട്ട വൈദികര് 4 പേർ കൂടി ശുശ്രൂഷയ്ക്ക് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ബഹുമാനപ്പെട്ട സാജു ഇലഞ്ഞിയിലച്ചൻ, ബഹുമാനപ്പെട്ട സാംസൺ മണ്ണൂരച്ചൻ, ബഹുമാനപ്പെട്ട ലിൻസൺ ചെങ്ങിനിയാടനച്ചൻ, ബഹുമാനപ്പെട്ട ജോയി കിടങ്ങനച്ചൻ. ഈ 4 വൈദികരും ഈ ദിവസങ്ങളിൽ നമ്മോടൊത്തുണ്ടാകും. നമുക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കും, ദൈവവചനം പങ്കുവയ്ക്കും, നമ്മോടൊത്ത് ദൈവത്തെ സ്തുതിക്കും, അവിടുത്തെ മഹത്വപ്പെടുത്തും. അങ്ങനെ ഈ കൺവെൻഷൻ വിജയിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ദിവസങ്ങളിൽ ഇവിടെ ആയിരിക്കാൻ ആഗ്രഹിച്ചും പ്രാർത്ഥിച്ചും വചനം പങ്കുവച്ചും നമ്മെ സമ്പന്നരാക്കുന്നതിന് വേണ്ടി ദൈവം നിയോഗിച്ചൊരുക്കി കൊണ്ടുവന്നിട്ടുള്ള ഈ 4 വൈദികരെയും അവരോടൊത്തുള്ള മറ്റ് എല്ലങ്ങളെയും കോതമംഗലം രൂപതയുടെ പേരിൽ, ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം ആശംസിക്കുന്നു.
ഈ കൺവെൻഷൻ നടക്കുന്നത് കോതമംഗലം കത്തീഡ്രൽ ഇടവകയിലാണ്. സെയിന്റ് ജോർജസ് ഹയർ സെക്കൻഡറി സ്കൂൾ സ്റ്റേഡിയത്തിലാണ്. ഈ സ്റ്റേഡിയം ബഹുമാനപ്പെട്ട മോൺസിഞ്ഞോർ തോമസ് മലയക്കുടിയച്ചൻ സൂചിപ്പിച്ചതുപോലെ കളികൾക്കും മറ്റു പരിശീലനങ്ങൾക്കും മാത്രമല്ല ദൈവവചന വേദിയായി പലപ്പോഴും മാറിയിട്ടുണ്ട്. ഇന്നും അതങ്ങനെ മാറിയിരിക്കുകയാണ്. അതിനുവേണ്ടി ഏറ്റവും കൂടുതൽ പണിയെടുക്കുന്നത്, നേതൃത്വം നൽകുന്നത്, അധ്വാനിക്കുന്നത് ഈ കത്തീഡ്രൽ ഇടവകയിലെ ബഹുമാനപ്പെട്ട വികാരിയച്ഛനും കൈക്കാരന്മാരും പാരിഷ് കൗൺസിൽ അംഗങ്ങളുമൊക്കെയാണ് എന്ന് നമുക്കറിയാം. അവരുടെ വലിയ മനസ്സ്, അവരുടെ വലിയ സഹകരണം ഇത് ഈ കൺവെൻഷനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ വിജയത്തിന് ഏറെ സഹായകമാണ്, അല്ലെങ്കിൽ ഏറെ നിർണായകമാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഈ വേദിയിൽ നമ്മോടൊപ്പം ആയിരിക്കുന്ന കത്തീഡ്രൽ വികാരി പെരിയ ബഹുമാനപ്പെട്ട തോമസ് പെരിയപ്പുറമച്ചന് ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ സ്നേഹപൂർവ്വം സ്വാഗതം ആശംസിക്കുന്നു. നമ്മുടെ രൂപതയിലെ പ്രാർത്ഥനാ ഗ്രൂപ്പുകളുടെ ഡയറക്ടറായും ഈ കൺവെൻഷന്റെ കൺവീനറായും പ്രവർത്തിക്കുന്നത് ബഹുമാനപ്പെട്ട തോമസ് പറയിടമച്ചനാണ്. അദ്ദേഹത്തിന്റെ നിരന്തരമായ പരിശ്രമം, അധ്വാനം, ഒരുക്കം എല്ലാം ഈ കൺവെൻഷൻ ഒരുക്കുന്നതിന്റെ പിന്നിലുണ്ട് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഏറെ ആഗ്രഹിച്ചും ഏറെ കാത്തിരുന്നും ഏറെ അധ്വാനിച്ചും ഇത് ക്രമീകരിക്കുകയും ഈ ദിവസങ്ങളിലെല്ലാം നമുക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകുകയും നമ്മോടൊത്ത് ആയിരിക്കുകയും ചെയ്യുന്ന പെരിയ ബഹുമാനപ്പെട്ട തോമസ് ജെ പറയിടമച്ചന് ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ സ്നേഹപൂർവ്വം സ്വാഗതം ആശംസിക്കുന്നു. ഈ വേദിയിൽ സന്നിഹിതരായിരിക്കുന്ന എല്ലാവരും നമ്മുടെ രൂപത കുടുംബത്തെ പ്രതിനിധീകരിക്കുന്ന മുഖ്യ ആളുകളാണ്, വിശിഷ്ട ആളുകളാണ് എന്ന് നമുക്കറിയാം. സന്യസ്തരെ പ്രതിനിധീകരിക്കുന്നവര്, ഈ സ്കൂളിനെ പ്രതിനിധീകരിക്കുന്നവര്, കത്തീഡ്രൽ ഇടവകയെ പ്രതിനിധീകരിക്കുന്നവര്, വനിതകളെ പ്രതിനിധീകരിക്കുന്നവര്, ഇങ്ങനെ വിവിധ നിലകളിൽ പ്രാതിനിധ്യ സ്വഭാവത്തോടെ നേതൃത്വ ശുശ്രൂഷ നമ്മുടെ രൂപതയിൽ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. നമുക്കെല്ലാവർക്കും സുപരിചിതരും നമുക്കേറെ പ്രിയപ്പെട്ടവരുമാണ് അവരെല്ലാവരും. ഈ കൺവെൻഷന്റെ പേരിലും ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാവരുടെയും പേരിലും ഒറ്റവാക്കിൽ ഞാൻ അവർക്കെല്ലാവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം ആശംസിക്കുന്നു. ഈ കൂടാരത്തിൽ ഈ ദിവസങ്ങളിൽ ശുശ്രൂഷ ചെയ്യുന്നതിന് വേണ്ടി നൂറുകണക്കിന് വോളണ്ടിയേഴ്സ് പ്രവർത്തന നിരതരായിട്ടുണ്ട്. അവരുടെ സന്മനസ്, അവരുടെ സഹകരണം, അവരുടെ നേതൃത്വം, അവരുടെ അധ്വാനം എല്ലാം നമുക്ക് ഈ ദിവസങ്ങളിൽ ഏറെ വിലപ്പെട്ടതാണ് എന്ന് ഞാൻ പ്രത്യേകം പറയേണ്ട കാര്യമില്ല. നമ്മളിവിടെ വരുമ്പോൾ എല്ലാ ഒരുക്കങ്ങളും ചെയ്ത് നമ്മെ സ്വീകരിച്ച് നമ്മുടെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റി തരുന്നതിന് വേണ്ടിയിട്ട് ഏറെ താല്പര്യത്തോടുകൂടി ഓടി നടന്ന് അധ്വാനിക്കുന്നതിനുള്ള ആ വലിയ മനസ്സോടുകൂടെ വോളണ്ടിയേഴ്സായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ സഹോദരീ സഹോദരന്മാർക്കും ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം ആശംസിക്കുന്നു. മാധ്യമ പ്രവർത്തകർ എന്ന രീതിയിൽ ഈ കൺവെൻഷൻ രൂപതയുടെയും കേരളത്തിന്റെയും വിവിധ ഭാഗങ്ങളിലുള്ള സന്മനസ്സുള്ള എല്ലാവർക്കും എത്തിച്ചു കൊടുക്കുന്നതിന് വേണ്ടി ഏറെ താല്പര്യത്തോടുകൂടെ ഇവിടെ സന്നിഹിതരാവുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന എല്ലാ മാധ്യമ പ്രവർത്തകർക്കും സ്നേഹപൂർവ്വം സ്വാഗതം ആശംസിക്കുന്നു. ഈ കൺവെൻഷനിൽ പങ്കെടുക്കുന്ന നമ്മുടെ രൂപതാ കുടുംബം, ആ കുടുംബത്തിലുള്ള ബഹുമാനപ്പെട്ട വൈദികര്, ആ കുടുംബത്തിലുള്ള ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, ആ കുടുംബത്തിലുള്ള മാതാപിതാക്കള്, മറ്റ് സഹോദരീ സഹോദരന്മാര്, ബാലിക ബാലന്മാര് എല്ലാവരും കൂടുന്നതാണ് ഈ വചന കൂടാരം. അങ്ങനെ എല്ലാവരും കൂടുമ്പോഴേ കൂടാരം ഉണ്ടാവുകയുള്ളൂ. അങ്ങനെ ഒരു കൂടാരം ഉണ്ടാക്കാൻ, ഒരു കൂടാരം ദൈവത്തിന്റെ കൂടാരമാക്കാൻ, ആ കൂടാരത്തിലൂടെ ജീവദായകമായി അവിടുത്തെ തിരുവചനം ഒഴുകിയെത്തുമ്പോൾ അത് സ്വീകരിക്കുന്നതിന് വേണ്ടി ഏറെ താല്പര്യത്തോടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം ആശംസിച്ചുകൊണ്ട് ദൈവാനുഗ്രഹം പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഉടൻ തന്നെ അഭിഷേക
ഈ കൺവെൻഷന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുകയാണ്. അഭിവന്യ പിതാവ് നിലവിളക്ക് കത്തിച്ച് ഈ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നു. അതിനായി നമ്മൾക്ക് എല്ലാവർക്കും എഴുന്നേൽപ്പ് നിൽക്കാം. തുടർന്ന് വേദിയിലുള്ള ഓരോരുത്തരും വിശിഷ്ട വ്യക്തികളും തുടർന്ന് നിലവിളക്ക് കൊളുത്തി ഈ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുകയാണ്. ഉദ്ഘാടന സന്ദേശം നൽകുവാനായി അഭിവന്യ പിതാവിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. പെരിയ ബഹുമാനപ്പെട്ട മോൺസിഞ്ഞോർ ഫ്രാൻസിസ് ആലപ്പാട്, പെരിയ ബഹുമാനപ്പെട്ട മോൺസിഞ്ഞോർ തോമസ് മെലേക്കുടി, ഈ കൺവെൻഷൻ നയിക്കുന്ന ബഹുമാനപ്പെട്ട സേവ്യർ ഖാൻ പട്ടായിൽ അച്ഛ, ബഹുമാനപ്പെട്ട റവറൻഡ് ഡോക്ടർ തോമസ് പെരിയപ്പുറം കത്തീഡ്രൽ വികാരി, ഈ ബഹുമാനപ്പെട്ട പാറയുടെ വെച്ച സ്റ്റേജിൽ സദസ്സിലുള്ള ഒരു ബഹുമാനരും ആദരണീയരുമായ വ്യക്തികളെ, ബഹുമാനപ്പെട്ട അച്ഛന്മാരെ, പ്രിയ സിസ്റ്റേഴ്സ്, സഹോദരി സഹോദരന്മാരെ, കുട്ടികളെ, അട്ടപ്പാടിയിലോട്ട് എല്ലാ ആദ്യ വെള്ളിയാഴ്ചയും കോതമംഗലത്തു നിന്നും, മൂവാറ്റുപുഴയിൽ നിന്നും, തൊടുപുഴയിൽ നിന്നും, കരിമണ്ണൂരിൽ നിന്നുമൊക്കെ ധാരാളം ബസ്സുകൾ പോകുന്നുണ്ട്. പിന്നെ നൂറുകണക്കിന് ആയിരക്കണക്കിന് ആളുകൾ വളരെ കഷ്ടപ്പെട്ട് 2 രാത്രി യാത്ര, ഒരു പകലത്തെ പ്രാർത്ഥന വേണ്ടിയിട്ട് അട്ടപ്പാടിക്ക് പോകുന്നു. അപ്പോൾ സേവ്യർ ഖാൻ അച്ഛൻ അട്ടപ്പാടി എങ്ങോട്ട് കൊണ്ടുവരാം എന്ന്
ദയാവൂർം സമ്മതിച്ച് ഈ കൊതമംഗലത്ത് എത്തിയിരിക്കുകയാണ്. അത് അദ്ദേഹത്തെ കാണുവാനായിട്ടും അതിന് വചന സന്ദേശം ശ്രവിക്കുവാനായിട്ടും അദ്ദേഹത്തോട് പ്രാർത്ഥിക്കുവാനായിട്ടും നമ്മളെല്ലാവരും കോതമംഗലം വിവിധ ഭാഗങ്ങളിൽ ഇവിടെ എത്തിച്ചേർന്നിരിക്കുക. അസൗകര്യങ്ങളുള്ള സമയമാണെന്ന് പറഞ്ഞു, എങ്കിലും പലർക്കും സൗകര്യമുള്ള സമയം ഇതാണെന്ന് പറഞ്ഞു. നിങ്ങളുടെ എല്ലാവരുടെയും സാന്നിധ്യം കാണുമ്പോൾ വളരെ സന്തോഷവും സംതൃപ്തിയും നിങ്ങളുടെ മുഖത്ത് നിലയ്ക്കുന്നതായി കാണുന്നു. കൺവെൻഷൻ വളരെ വിജയകരമായിരിക്കും എന്നതിൽ യാതൊരു സംശയമില്ല. അച്ഛൻ്റെയും ടീമിൻ്റെയും ധ്യാന കേന്ദ്രത്തിൻ്റെ പ്രവർത്തനം നാട്ടിലെങ്ങും അറിയപ്പെടുന്നതാണല്ലോ. അനേക വൈദികർ അവിടെ ധ്യാനിക്കുവാനായിട്ട് പോകുന്നു. തിരിച്ചു വരുമ്പോൾ ഇന്ന് വലിയ ഒരു അനുഭവമായിരുന്നു ധ്യാനം. ആത്മീയമായ ഒത്തിരി ഫലം ആ ധ്യാനത്തിൽ ഞങ്ങൾക്ക് ലഭിച്ചു എന്നവർ പറയാറുണ്ട്. അതുപോലെ തന്നെ സിസ്റ്റേഴ്സും ആത്മായ സഹോദരങ്ങളും ധ്യാന കേന്ദ്രത്തിൽ പോയി ധ്യാനിച്ച് തിരിച്ചു വരുമ്പോൾ വലിയ ദൈവ അനുഗ്രഹത്തിൻ്റെ ദിവസങ്ങളായിരുന്നു. ഏറെ അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് ലഭിച്ചു എന്ന് പറയാറുണ്ട്. എൻ്റെ ധ്യാന പ്രസംഗങ്ങൾ കേൾക്കുവാനായിട്ട് എനിക്കും അവസരമുണ്ടായി. വളരെ ടീമിൻ്റേതും വളരെ നല്ല സന്ദേശങ്ങളായിരുന്നു അവസരത്തിൽ കേട്ടത്. എഡിഫൈച്ചാൽ നമ്മളെല്ലാവരെയും വളരെയേറെ ഉത്ബോധിപ്പിക്കുന്ന ആത്മീയ ഉണർവിന് സഹായിക്കുന്ന വളരെ നല്ല സന്ദേശങ്ങൾ, സഭയോടൊത്ത് ചിന്തിക്കുന്ന ഒരു വൈദികന്, സഭയുടെ പ്രവർത്തനങ്ങളിൽ പൂർണ്ണമായിട്ടും പങ്കെടുക്കുന്ന വൈദികന് നീ അദ്ദേഹത്തെക്കുറിച്ച് എനിക്ക് ഏറെ വൈദിക ജീവിതത്തെക്കുറിച്ച് അദ്ദേഹം ഊന്നി പറയുകയുണ്ടായി. അവസരത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രബോധനങ്ങളുടെ അന്നത്തെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ ദൈവവചനം, കൂദാശകൾ, പിന്നെ പ്രാർത്ഥന ജീവിതം, നമ്മുടെ ഓരോരുത്തരുടെയും വിശുദ്ധീകരണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആയിരുന്നു. നമുക്കെല്ലാവർക്കും ആവശ്യമുള്ള കാര്യങ്ങളാണ് അത്. വചനം, കൂദാശകളും ദൈവജനത്തിൻ്റെ വിശുദ്ധീകരണത്തിന് വേണ്ടി ദൈവം തന്നിരിക്കുന്ന മഹത്തായ ദാനങ്ങളാണല്ലോ. കാര്യങ്ങൾ എത്രമാത്രം ഊന്നി പറഞ്ഞാലും അധികമായി തീരുകയില്ല. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ടീമംഗങ്ങളും ഈ വലിയ സന്ദേശം കൊടുക്കുവാനായിട്ട് താല്പര്യപ്പെട്ട് ശ്രമിച്ചിരുന്നത്. നമ്മുടെ പ്ലക്കാർഡുകളിൽ പോലെ നമ്മുടെ ബാനറുകളിൽ, ആർച്ചിൽ, ഇങ്ങനെയില്ല എവിടെയൊക്കെ എഴുതി വച്ചിരിക്കുന്നു ആത്മ അഭിഷേക ധ്യാനം എന്ന ആത്മാഭിഷേക കൺവെൻഷൻ എഴുതി വച്ചിരിക്കുന്നു. അതിന് വളരെ അർത്ഥവത്തായ ഒരു പദമാണ് ആത്മാവ് കൊണ്ടുള്ളതായ അഭിഷേകം. വിശുദ്ധ ലിഖിതത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. യോഹന്നാന്റെ ലേഖനം 1-ാമത്തെ ലേഖനം 2-ാം അധ്യായം 27-ാമത്തെ വാക്യം, നിങ്ങൾക്ക് അഭിഷേകം ലഭിച്ചിരിക്കുന്നു പറഞ്ഞിരിക്കുന്ന വാക്യം വിവേചിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അഭിഷേകം ലഭിച്ചിരിക്കുന്നു. ആ അഭിഷേകം നിങ്ങളിൽ വാസിക്കുന്നു. പഴയ നിയമത്തിൽ അഹറോനെ അഭിഷേകം ചെയ്യുന്ന വലിയ കർമ്മവിധികളെക്കുറിച്ച് 2 പുസ്തകങ്ങളിൽ പറയുന്നുണ്ട്. പുറപ്പാടിൻ്റെ പുസ്തകത്തിലും പറയുന്നുണ്ട്, ലേവ്യരുടെ പുസ്തകത്തിലും പറയുന്നുണ്ട്. ലേവ്യരുടെ പുസ്തകയുടെ അധ്യായം 8-ാമത്തെ അധ്യായം ഈ അഭിഷേകം തന്നെയാണ്. അവരെ കൊണ്ടുവരണം, അഹറോനെയും അദ്ദേഹത്തിൻ്റെ സന്തതികളെയും മക്കളെയും 4 പേരെയും കുളിപ്പിക്കണം. പിന്നീട് ഒരു പുരോഹിത വസ്ത്രം ധരിപ്പിക്കണം. ആദ്യം ഒരു കുപ്പായം, മുകളിൽ നീല അങ്കി, പിന്നീട് അരക്കെട്ട്, പിന്നീട് തോളിൽ ശിരസ്ത്രാണം, നെൻപുടായ ഒരു വസ്ത്രം, തലയിൽ തലപ്പാവ്, കിരീടം, ദൈവത്തിൻ്റെ പരിശുദ്ധമെന്ന് നെറ്റിയിൽ എഴുതി വയ്ക്കണം. ശേഷം തലയിൽ ശേഷം തലയിൽ ഒരു പാത്രം എണ്ണയെടുത്ത് അഭിഷേകം ചെയ്യണം. അതോടുകൂടിയിട്ടാണ് അഭിഷേകർമ്മം പൂർത്തിയാകുക. പിന്നീട് അദ്ദേഹത്തിന് ബലി അർപ്പണത്തെക്കുറിച്ചാണ് പറഞ്ഞു പോകുന്നത്. അത് പുരോഹിതന് കൊണ്ട് അഭിഷേകം ലഭിച്ചിരുന്നു. അഹറോന് അഭിഷേകം ലഭിച്ചിരുന്നു, അദ്ദേഹത്തിൻ്റെ പുത്രന്മാർക്കും അഭിഷേകം ലഭിച്ചിരുന്നു. കുടിക്കുടി കഴിയുമ്പോൾ രാജാക്കന്മാരെ കുറിച്ച് പറയുന്നിടത്ത് സാമുവേലിന്റെ പുസ്തകം 16-ാമത്തെ അധ്യായത്തിൽ അഭിഷേകത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ദാവീദിനെ കണ്ടുമുട്ടുവാനായിട്ട് സാമുവേൽ കുറേയേറെ കഷ്ടപ്പെട്ടു. ജെസ്സയുടെ വീട്ടിൽ ചെന്ന് അദ്ദേഹത്തിന് പുത്രന്മാരെ വിളിച്ചു വരുത്തി. ഓരോരുത്തരുടെയും മുഖത്ത് നോക്കിയിട്ട് ഇവനല്ല, അടുത്തവൻ വരട്ടെ രീതിയിൽ
അവസാനം എല്ലാവരെയും കണ്ടു കഴിഞ്ഞപ്പോൾ സാമുവേൽ ഇത്രയേ ഉള്ളൂ. പിതാവ് പറഞ്ഞു, അങ്ങനെയല്ല, ഒരുത്തൻ കൂടിയുണ്ട്, അവൻ ആട് മേച്ചു നടക്കുകയാണ്, ബാലനാണ്, അവനെയും വിളിക്കട്ടെ എന്ന് പറഞ്ഞു. അവൻ വന്നു, അവനെ കണ്ടു. അപ്പോൾ സാമുവേലിനെ ഇഷ്ടപ്പെട്ടു. ഇവൻ തന്നെയാണ് ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവൻ എന്ന് സാമുവേൽ മനസ്സിലാക്കി. അവൻ്റെ ശിരസിൽ സാമുവേൽ തൈലാഭിഷേകം നടത്തി, ശിരസിൽ തൈലം ഒഴിച്ചു. അങ്ങനെ ആ രാജാവിൻ്റെ അഭിഷേകം നടന്നതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. പുരോഹിതന് ലഭിക്കുന്ന വലിയൊരു അനുഗ്രഹം, അഭിഷേകം. രാജാവിന് അഭിഷേകം ലഭിക്കുന്നു. ഇനി പ്രവാചകന് അഭിഷേകമുണ്ട്. ഐസിയ പ്രവാചകന്റെ പുസ്തകത്തിൽ വായിക്കുക 58-ാം അധ്യായത്തിൽ, കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. ഇനി ആത്മാവിൻ്റെ സാന്നിധ്യ ഫലമായിട്ട് പ്രവാചകന് അഭിഷേകനായിത്തീരുന്നു. ഈ അഭിഷേകത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ അവിടെ തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തികൾക്ക്, രാജാവിന്, പുരോഹിതന്, പ്രവാചകന് ഒക്കെ ലഭിക്കുന്നതായ വലിയ കൃപ, സവിശേഷമായി ലഭിക്കുന്ന വലിയ ദാനം ഒരുപക്ഷേ പുതിയ നിയമത്തിലോട്ട് വരുമ്പോൾ കുറച്ചുകൂടി വ്യാപകമായി തീരുന്നു എന്നുള്ളതാണ് സത്യം. പ്രവാചകന്മാർ കാര്യം സൂചിപ്പിക്കുന്നുണ്ട്. ജെറമ്യ പറയുന്നുണ്ട്, നമ്മൾ ചെയ്ത ഉടമ്പടി, പഴയ ഉടമ്പടി, അത് നിങ്ങളുടെ എല്ലാവരുടെയും തിന്മ കൊണ്ട് അത് നാശോന്മുഖമായിരിക്കുന്നു. നിങ്ങൾ ദൈവത്തോട് സഖ്യം ചെയ്തു, ദൈവത്തെ നിങ്ങളുടെ ദൈവമായിട്ട് കുലദേവതയായിട്ട് നിങ്ങൾ തിരഞ്ഞെടുത്തു, ദൈവത്തെ അനുസരിച്ചുകൊള്ളാൻ നിങ്ങൾ വാക്കുകൊടുത്തു, ദൈവത്തോടുള്ള വിധേയത്വം, വിശ്വസ്തത കാത്തുപാലിക്കും, എന്തു വന്നാലും ദൈവത്തോട് വിശ്വസ്തതയിൽ നിലനിൽക്കും എന്ന് നിങ്ങൾ വാഗ്ദാനം ചെയ്തു. ദൈവം നിങ്ങളെ തന്റെ ജനമായി സ്വന്തമായി തിരഞ്ഞെടുക്കുകയും ചെയ്തു. ഈ ഉഭയ സമ്മതം, ഇരു കൂട്ടരും കൂടി ചെയ്തായ വലിയ സഖ്യം, ഈ ഉടമ്പടി നിങ്ങൾ തകർത്തു. നിങ്ങളുടെ അവിശ്വസ്ത മൂലം നിങ്ങൾ ഈ ഉടമ്പടി നശിപ്പിച്ചു. നിങ്ങൾ നന്നാകുകയില്ല എന്ന പ്രവാചകം പറഞ്ഞിരിക്കുന്നത്. കറമ്പന്, ആഫ്രിക്കക്കാരൻ്റെ എത്യോപ്യൻ, അവൻ്റെ കറുത്ത നിറം മാറ്റാനായിട്ട് പറ്റുമോ? പറ്റുകയില്ല. പുള്ളിപ്പൊലിക്കൻ്റെ പുള്ളി മാറ്റാനായിട്ട് പറ്റുമോ? പറ്റുകയില്ല. അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യം ഇതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വഭാവം മാറ്റാൻ പറ്റുകയില്ല എന്ന് ദൈവം തിരുനാമത്തിൽ പ്രവാചകൻ പറയുന്നു. അതുകൊണ്ട് പ്രവാചകന് ഈ ഉടമ്പടി നശിച്ചു. പക്ഷെ ദൈവം പുതിയ ഒരു ഉടമ്പടി ചെയ്യും. ആ പുതിയ ഉടമ്പടിയിൽ ദൈവം പഴയ ഉടമ്പടിയിൽ കൊടുത്തതുപോലെ രണ്ട് പലകയിൽ, രണ്ട് കൽപ്പലകളിൽ കൈകൊണ്ട് എഴുതിയതായ 10 പ്രമാണങ്ങളായിരിക്കും കൊടുക്കാൻ പോകുക. ഈ പുതിയ ഉടമ്പടിയിൽ ദൈവം നിയമങ്ങൾ ഹൃദയത്തിൽ ലേഖനം ചെയ്യും. ഓരോ മനുഷ്യൻ്റെയും ഹൃദയത്തിൽ ദൈവം ഈ നിയമം എഴുതും. അതിൻ്റെ ഫലമായിട്ട് ഓരോ മനുഷ്യനും നിയമം അറിയും. അവിടെ ആചാര്യന്മാരുടെ ആവശ്യം ഉണ്ടാകുകയില്ല, പഠിപ്പിക്കുവാൻ റബിമാർ വേണ്ടി വരികയില്ല. ദൈവം തന്നെ നിയമം നിങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ എഴുതുന്നതിൻ്റെ ഫലമായിട്ട് ഇനി ആരും തന്നെ അയൽക്കാരനെ ഇതാ നിയമം എന്ന് പറഞ്ഞ് പഠിപ്പിക്കേണ്ട കാലം വരികയില്ല എന്ന് പ്രവാചകൻ പറയുന്നത്. അങ്ങനെ വലിയൊരു ഉടമ്പടിയുടെ കാര്യത്തെക്കുറിച്ച്, ദൈവം ജനത്തോട് ചെയ്യുന്ന പുതിയൊരു സഖ്യത്തെക്കുറിച്ച്, അതിൻ്റെ ഫലമായ ജനങ്ങൾക്ക് മുഴുവൻ ലഭിക്കുവാനും പോകുന്ന പുതിയ നിയമം, ഹൃദയത്തിൽ ലഭിക്കുന്ന നിയമം ഫലമായിട്ട് ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിക്കാൻ സാധിക്കും എന്ന് പ്രവാചകൻ പറയുന്നു. അല്പം കൂടി വിശദമായിട്ടാണ് അടുത്തു വരുന്ന പ്രവാചകൻ പറയുന്നത്. എസെക്കിയേൽ പ്രവാചകന് അദ്ദേഹം പറഞ്ഞു, ദൈവം തൻ്റെ ആത്മാവിനെ നിങ്ങളിൽ നിക്ഷേപിക്കും, ആത്മാവ് നിങ്ങളിൽ സന്നിഹിതനാകും. ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ ഇറങ്ങി വാസിക്കുന്നതിൻ്റെ ഫലമായി ദൈവത്തിൻ്റെ കൽപ്പനകളും പ്രമാണങ്ങളും അനുസരിക്കുവാൻ നിങ്ങൾക്ക് ക്ഷിപ്രസാധ്യമായി തീരും. നിഷ്പ്രയാസം ദൈവകൽപ്പനകളും പ്രമാണങ്ങളും അനുസരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്ന കാലഘട്ടം വരാൻ പോകുന്നു. ദൈവം എല്ലാ സ്ഥലങ്ങളിൽ നിന്നും ജനതയെ വിളിച്ചുകൂട്ടും. അടയമേൽ നിർമ്മല ജലം തളിക്കും, അതായത് ഒരു ശുദ്ധീകരിക്കും. ശുദ്ധീകരിച്ചതിന് ശേഷം ആത്മാവിനെ കൊടുക്കും, ഓരോരുത്തരും ആത്മാവിനെ കൊടുക്കും. അങ്ങനെ ദൈവത്തിൻ്റെ നിയമം അനുസരിക്കുവാനായിട്ട് ഓരോരുത്തർക്കും സാധിക്കും എന്ന് പ്രവാചകനായ എസെക്കിയേൽ പറയുന്നു. ഈ പ്രവാചകൻ പറയുന്ന കാര്യമാണ് യഥാർത്ഥത്തിൽ പുതിയ നിയമം വരുമ്പോഴേക്കും സത്യമായി തീരുന്നത്, യാഥാർത്ഥ്യമായി തീരുന്നത്. അതുകൊണ്ടാണ് യോഹന്നാന്റെ 1-ാമത്തെ ലേഖനം 2-ാം അധ്യായം 28-ാമത്തിൽ പറയുന്നത്, നിങ്ങൾക്ക് അഭിഷേകം ഉണ്ട്. അല്ലാതെ കൃത്യം അങ്ങനെയല്ല വാക്യം എഴുതിയാലും ആ വാക്യം 4 ആയിട്ട് തിരിക്കുകയാണ്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും അഭിഷേകമുണ്ട്.
അഭിഷേകം നിങ്ങളിൽ വസിക്കുന്നു. ആരാണ് അഭിഷേകം ചെയ്യുന്നത്? പഴയ നിയമത്തിൽ മോശ അഹരോനെ അഭിഷേകം ചെയ്തു. സാമുവേല് ദാവീദ് രാജാവിനെ യുഗരാജാവിനെ അഭിഷേകം ചെയ്തു. ഇവിടെ ദൈവം ഓരോരുത്തരെയും അഭിഷേകം ചെയ്യുന്നു. ഓരോരുത്തരുടെയും മേല് പരിശുദ്ധാത്മാവിനെ ഒഴിക്കുന്നു. അഹരോന്റെ തലയിൽ തൈലം ഒഴിക്കപ്പെട്ടതുപോലെ, ദാവീദിന്റെ തലയിൽ തൈലം ഒഴിക്കപ്പെട്ടതുപോലെ ദൈവം തന്റെ ആത്മാവിനെ ഓരോ വിശ്വാസിയുടെ തലയിലും ഒഴിക്കുന്നു എന്നാണ് തിരുവചനം പറയുന്നതിനർത്ഥം. ഈ അഭിഷേകം നിങ്ങളിൽ വസിക്കുന്നു എന്നും പറയുന്നു. അത് അഭിഷേകം രാവിലെ അഭിഷേകം വൈകുന്നേരമായപ്പോഴേക്ക് അഭിഷേകത്തിന്റെ കാര്യം അവസാനിക്കുന്നില്ല. സ്ഥിരമായി നിൽക്കുന്ന ദൈവാഭിഷേകമാണ് ഓരോ വിശ്വാസിക്കും ദൈവം കൊടുക്കുന്നത് എന്നാണ് തിരുവചനം പഠിപ്പിക്കുക. അഭിഷേകം നിങ്ങളിൽ വസിക്കുന്നു. അതിന്റെ ഫലമായിട്ട് നിങ്ങൾക്ക് എല്ലാവരും, നിങ്ങളെ ആരും പഠിപ്പിക്കേണ്ടതില്ല, എല്ലാ അറിവും നിങ്ങൾക്ക് ലഭിക്കും തിരുവചനം നമ്മൾ പറയുന്നു. അതുകൊണ്ട് എല്ലാ അറിവും ലഭിക്കുക മാത്രമല്ല, എല്ലാം ചെയ്യുവാനുള്ളതായ പ്രാപ്തി നിങ്ങൾക്ക് ലഭിക്കും എന്ന് അപ്പോസ്തലൻ പറയുന്നു. റോമാക്കാരുടെ ലേഖനം 8-ാമത്തെ അധ്യായം 2-ാമത്തെ വാക്യത്തിൽ പറയുന്ന ആത്മാവിന്റെ നിയമം നിങ്ങളുടെ ജഡത്തിന്റെ നിയമത്തിൽ നിന്നും വിമോചിച്ചിരിക്കുന്ന ആത്മാവിന്റെ നിയമം എന്ന് പറയുന്ന ആത്മാവ് പരിശുദ്ധാത്മാവാണെന്ന് എല്ലാ വ്യാഖ്യാതാക്കൾക്കും അറിയാം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ജഡത്തിന്റെ നിയമം എന്ന് പറഞ്ഞാൽ ജഡം എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ നാശോന്മുഖമായ പ്രകൃതി, തിന്മയിലോട്ടുള്ള ആകർഷണം, എപ്പോഴും തിന്മ ചെയ്യുവാനുള്ളതായ ആസക്തി, ഇപ്രകാരമുള്ള ആ ആസക്തിയിൽ നിന്നും, ജഡമെന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല ഉദ്ദേശിക്കുന്നത് ഹ്യൂമൻ നേച്ചർ, മനുഷ്യന്റെ അധപ്പതിച്ച പ്രകൃതി, ഈ അധപ്പതിച്ച പ്രകൃതിയുടെ ആസക്തിയിൽ നിന്നും പരിശുദ്ധാത്മാവ് നിങ്ങളെ രക്ഷിച്ചിരിക്കുന്നു എന്നാണ് റോമാക്കാരുടെ ലേഖനം 8-ാം അധ്യായം 2-ാമത്തെ വാക്യത്തിൽ പറയുക. ആത്മാവിന്റെ നിയമം, ആത്മാവ് ജഡത്തിന്റെ ദൈവത്തെ അധപ്പതിച്ച മനുഷ്യപ്രകൃതിയുടെ ശക്തിയെ തകർത്തുകൊണ്ട് നിങ്ങൾ വിശ്വാസം ഉറപ്പിച്ചിരിക്കുന്നു. അപ്പോൾ ആത്മാഭിഷേകം എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിൻ്റെതായ സാന്നിധ്യം നമ്മളിൽ ഓരോരുത്തരിലും ഉണ്ട്. ഓരോ വിശ്വാസിക്കും ആത്മാവ് ലഭിക്കുന്നു. പെട്ടെന്ന് കടന്നു പോകുന്ന നല്ല പിന്നെയോ സ്ഥിരമായ ഒരു അനുഗ്രഹമായിട്ട് ദൈവം തന്നിരിക്കുന്നു എന്ന് തന്നെയാണ്. ആത്മാവിനെ കുറിച്ച് 2 കാര്യങ്ങൾ കൂടി തിരുവചനത്തിൽ പറയുന്നുണ്ട്. ഒന്ന്, ആത്മാവ് അച്ചാരമാണ് എന്ന്. അച്ചാരം എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്കെല്ലാം അറിയാം. ആദ്യ ഗഡു എന്ന് പറഞ്ഞാൽ ഒരു വസ്തു വാങ്ങിക്കുമ്പോൾ നമ്മൾ കൊടുക്കുന്ന ആദ്യത്തെ കൈമടക്ക് ചെറിയ ഒരു അച്ചാരം. 1 കോടിയുടെ വസ്തു വാങ്ങിക്കുമ്പോൾ 10,000 രൂപ അച്ചാരമായി കൊടുക്കുന്നു. പിന്നീട് 1 കോടി കൊടുക്കുകയില്ല, 10,000 രൂപ കുറച്ചിട്ടേ കൊടുക്കുകയുള്ളൂ. അപ്പോൾ ഈ 1 കോടിയുടെ ആദ്യ ഭാഗമാണ് അച്ചാരം നമ്മൾ പറയുക. ആത്മാവിന്റെ അച്ചാരം എന്ന് പറയുമ്പോൾ ആത്മാവിൻ്റെതായ സാന്നിധ്യം. ആത്മാവ് സമ്പൂർണ്ണമായിട്ടും നിങ്ങളോട്ട് വരുന്നില്ല എന്നാണ് അർത്ഥം. ആത്മാവിന്റെ സാന്നിധ്യം ഉണ്ടാകും, പ്രവർത്തനമുണ്ടാകും. സമുദ്രത്തിന്റെ കരയിൽ നിൽക്കുന്നതിൻ്റെ കാലിലോട്ട് ഒരു തുള്ളി വെള്ളം തെറിച്ചു വീണാൽ അത് മഹാസമുദ്രത്തിന്റെ ഭാഗം തന്നെയാണ്. അതിന് കാലിൽ പറ്റിയിരിക്കുന്ന ഒരു തുള്ളി വെള്ളം മഹാസമുദ്രത്തിന്റെ ഭാഗമാണ്. പക്ഷെ ഇത് മഹാസമുദ്രമല്ല, മഹാസമുദ്രത്തിൻ്റെതായ ആദ്യ ഭാഗം വേണമെങ്കിൽ പറയാം ഭാഗം. പരിശുദ്ധാത്മാവാകുന്ന അച്ചാരം നിങ്ങൾക്ക് തന്നിരിക്കുന്നു പറയുമ്പോൾ നിങ്ങൾ ഭാഗ്യം സ്വീകരിക്കാനായിട്ട് പോകുന്നു. അതിന് പൂർണ്ണത കൈവരും. പൂർണ്ണത സാവധാനത്തിലേ കൈവരുകയുള്ളൂ. പൂർണ്ണത കൈവരുമ്പോൾ നിങ്ങൾ പൂർണ്ണമായിട്ടും ആത്മാവിൻ്റെ ഓരോ നിമിഷത്തിലും ഓരോ മത്സരത്തിലും ആത്മാവ് നിങ്ങളുടെ ഓരോരോ തലങ്ങളിലോട്ട് കടന്നു വരും. കുളത്തിൻ്റെ മധ്യത്തിൽ കല്ല് വീഴുമ്പോൾ നടുക്കോളമുണ്ടാകുന്നു. പിന്നീട് ആ ഓളങ്ങൾ വ്യാപിച്ച് പോകുന്നു. അതുപോലെ ആത്മാവ് നിങ്ങളുടെ അസ്തിത്വത്തിൻ്റെ അന്തരംഗത്തെ കീഴടക്കി കഴിഞ്ഞാൽ സാവധാനത്തിൽ ആത്മാവ് നിങ്ങളുടെ മറ്റു തലങ്ങളിലോട്ട് പ്രസരിക്കും, ഇതിലോട്ട് കടന്നു ചെല്ലും. ആത്മാവ് പൂർണ്ണമായിട്ടും നിങ്ങളുടേതാകും. ബ്ലോട്ടിംഗ് പേപ്പറിന് നടുക്ക് വീഴുന്ന മഷി ഇടക്കിടക്കാതെ സാവധാനത്തിൽ വ്യാപിക്കുന്നത് പോലെ ആത്മാവ് നിങ്ങളുടെ അന്തരംഗത്തിൽ വരുന്നു, ആത്മാവ് മറ്റു തലങ്ങളിലോട്ട് വ്യാപിക്കുന്നു. ഇതിനെയാണ് വിശുദ്ധീകരണം എന്ന് പറയുക. നമ്മൾ വിശുദ്ധിയുടെ വഴിയിലാണ്, വിശുദ്ധീകരിക്കപ്പെടുന്നവരാണ് എന്നാണ് സ്ത്രീകൾ നമ്മൾ വായിക്കുക. നിങ്ങൾ വിശുദ്ധിയിലേക്കുള്ള പാതയിൽ അത് വലിയ പ്രക്രിയയാണ്. പ്രക്രിയയുടെ ഇപ്പോൾ നടുമധ്യത്തിലാണ് അല്ലെങ്കിൽ ആരംഭത്തിലാണ് നിൽക്കുന്നത്. ആത്മാവ് നമ്മളെ സാവധാനത്തിൽ വിശുദ്ധീകരിച്ചുകൊണ്ടിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആത്മാവിൻ്റെ അച്ചാരം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട് എന്ന് 2 തിരുവചനങ്ങൾ പറയുക.
കൊരിന്ത്യർക്കുള്ള 2-ാമത്തെ ലേഖനം 1-ാം അധ്യായം 22-ാമത്തെ വാക്യത്തിൽ പറയുന്നത് ആത്മാവിൻ്റെ ആചാരം ദൂസ് തോൻ അറബോണ് തുപ്രേബുത്തൂസ് ഭാഗി പറഞ്ഞിരിക്കുന്നവിടെ വെച്ചാൽ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെതായ ആചാരം ലഭിച്ചവരായ നിങ്ങൾ എഫേസ്യർക്കുള്ള ലേഖനം 1-ാം അധ്യായം 14-ാമത്തെ വാക്യത്തിൽ നിന്ന് പറയുന്നുണ്ട് ആത്മാവിൻ്റെ ആചാരം ലഭിച്ചവരായ നിങ്ങൾ എന്ന്. ഒരു കാര്യം കൂടി പറയുന്നുണ്ട് ആത്മാവിനെ കുറിച്ച്. ആത്മാവിൻ്റെ മുദ്ര എന്ന് പറഞ്ഞാൽ ആത്മാവ് അടിക്കുന്ന മുദ്രയാകാം, ആത്മാവ് മുദ്രയുടെ കർത്താവാകാം, അല്ലെങ്കിൽ ആത്മാവിൻ ആകുന്ന മുദ്ര. ഗ്രീക്കിൽ 2 ജെനിറ്റീവിനെ കുറിച്ച് പറയാറുണ്ട്. ഒന്ന് ഒബ്ജക്റ്റീവ്, സബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അതിന് ഇവിടെ ഉദ്ദേശിക്കുന്ന ആത്മാവ് മുദ്രയടിക്കാം, അല്ലെങ്കിൽ ആത്മാവ് ആകുന്ന മുദ്ര ദൈവം അടിക്കാം. ഇവിടെ കുലങ്കഷമായിട്ട് പരിശോധിച്ചാൽ ദൈവം ആത്മാവ് ആകുന്ന മുദ്ര നിങ്ങളുടെ മേൽ അടിച്ചിരിക്കുന്നു എന്നാണ് അതിനർത്ഥം. കർത്താവിശ്വസിയായിട്ട് പരീക്ഷിക്കാനായിട്ട് ഒന്ന് ചോദിച്ചു, സീസറിന് കപ്പ കൊടുക്കുന്നത് ശരിയാണോ അല്ലയോ എന്ന്. കർത്താവ് ഒരു നാണയം കൊണ്ടുവരാനായിട്ട് പറഞ്ഞു. നാണയത്തിൽ നോക്കിയിട്ട് ഇതാരുടെ മുദ്രയാണ് കർത്താവ് ചോദിച്ചു. ആരുടെ രൂപമാണ് ഇതിൽ കുത്തിയിരിക്കുന്നത്? സീസറിൻ്റെത്. അതെന്താണ് സൂചിപ്പിക്കുന്നത്? സീസറിൻ്റെ ഉടമസ്ഥാവകാശമാണ്. അപ്പോൾ ദൈവം തൻ്റെ ആത്മാവിൻ്റെ മുദ്ര നിങ്ങളുടെ തലയിൽ പതിച്ചുവെങ്കിൽ എന്താണ് സൂചിപ്പിക്കുന്നത്? നിങ്ങൾ ദൈവത്തിൻ്റേതാവുന്നു. ലൈബ്രറിയിൽ നിന്നും കുട്ടികൾ എടുത്തുകൊണ്ടുവന്ന പുസ്തകം ഇവിടെ വെച്ച് കുറേ കഴിയുമ്പോൾ എടുത്ത് നോക്കുന്നു, ലൈബ്രറിയുടെ മുദ്ര പുസ്തകത്തിൻ്റെ ആദ്യ പേജിലുണ്ട്. എന്നാണ് സൂചിപ്പിക്കുന്നത്? പുസ്തകം ലൈബ്രറിയുടേതാണ്, തിരിച്ചു കൊടുക്കേണ്ടതാണ്. ഉടമസ്ഥാവകാശം. അപ്പോൾ ആത്മാവിന് മുദ്ര നിങ്ങളിൽ ഓരോരുത്തരിലും പതിഞ്ഞിരിക്കുന്നു. അങ്ങനെ ആത്മാവിന് മുദ്രയില്ലാത്തവൻ ക്രിസ്ത്യാനിയല്ല. ക്രിസ്ത്യാനിയായിത്തീരുമ്പോഴേ ആത്മാവിൻ്റെ ആചാരം, ആത്മാവിൻ്റെ അഭിഷേകം, ആത്മാവിന് മുദ്ര സ്വീകരിച്ചവനാണ്. എങ്കിൽ ഈ ആത്മാവ് നമ്മിൽ വസിച്ച് നമ്മെ ശക്തരാക്കുമ്പോൾ പിന്നെ മറ്റ് കാര്യങ്ങളൊന്നും ആവശ്യമില്ല തോന്നിയേക്കാം. ആത്മാവിനെ ദൈവം തന്നിരിക്കുന്നത് നമ്മുടെ ഉള്ളിൽ വസിച്ചുകൊണ്ട് നമ്മളെ വിവേചന ചെയ്യുവാനായിട്ട്, പഠിപ്പിക്കുവാനായിട്ടാണ്, കാര്യങ്ങൾ നിർണയിക്കുവാനായിട്ട്, തീരുമാനിക്കുവാനായിട്ട്, വിവേചിച്ച് അറിയുവാനുള്ളത് പ്രത്യേക സിദ്ധി തരുവാൻ വേണ്ടിയാണ്. എന്ത് ശരി, എന്ത് തെറ്റ്, ഏതാണ് സ്വീകരിക്കേണ്ടത്, ഏതാണ് സ്വീകരിക്കരുതാത്തത്, ഏതാണ് നല്ലത്, ഏതാണ് ചീത്ത, തീർച്ചയായിട്ടും ആത്മാവിൻ്റെ വിവേചന ശക്തിയാൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുമല്ലോ. ആത്മാവിൻ്റെ പ്രേരണ, നന്മ ചെയ്യുന്നുള്ള വലിയ പ്രേരണാശക്തിയാണ്. നന്മ ചെയ്യുവാൻ നിരന്തരം ആത്മാവ് നമ്മെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. പ്രേരക വരപ്രസാദം എന്നെല്ലാം പണ്ട് വേദപാഠത്തിൽ കുട്ടികൾ പഠിക്കുമായിരുന്നു. ഇപ്പോഴത്തെ കുട്ടികൾക്ക് കാര്യത്തെക്കുറിച്ച് വലിയ ഒരുണ്ടാകും തോന്നല്, കാരണം ആ വാക്കുകൾ വേദപാഠത്തിൽ കണ്ടെന്ന് വരികയില്ല. ആത്മാവ് നിരന്തരമായിട്ട് നന്മയ്ക്കായിരുന്നു പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ആത്മാവ് തൻ്റെ ദിവ്യപ്രകാശത്താൽ നമ്മുടെ ഉൾക്കാഴ്ചയെ വർദ്ധിപ്പിക്കുന്നു, കാണുവാനായിട്ട് മനസ്സിലാക്കുവാനും സാധിക്കുന്നു. സർവോപരി ആത്മാവ് നമ്മളെ ശക്തിപ്പെടുത്തുന്നു. വിശുദ്ധ അപ്പസ്തോലന് പഴയ ഉടമ്പടിയും പുതിയ ഉടമ്പടിയും നമ്മൾ തുലനം ചെയ്തുകൊണ്ട് പറയുന്ന ഒരു കാര്യം, പഴയ ഉടമ്പടിക്ക് അറിവ് കൊടുക്കുവാൻ പറ്റുമായിരുന്നു, ശക്തി കൊടുക്കുവാനായിട്ട് സാധിക്കുമായിരുന്നില്ല. എന്താണ് ചെയ്യുന്നതെന്ന് നിർദ്ദേശിച്ചു കൊടുക്കാൻ പറ്റും, ചെയ്യുവാനുള്ള ശക്തി കൊടുക്കുവാനായിട്ട് പഴയ ഉടമ്പടി സാധ്യമായിരുന്നില്ല. പുതിയ ഉടമ്പടിക്ക് നിർദ്ദേശിക്കുവാനുള്ള അതിലപ്പുറം ശക്തി കൊടുക്കുവാൻ സാധിക്കും. കാരണം ആത്മാവ് ശക്തിപ്പെടുന്ന ദിവ്യശക്തി ഉടമ്പടിയിലൂടെ ഓരോ വിശ്വാസിക്കും ലഭിക്കുന്നതുകൊണ്ട് ആത്മാവിൻ്റെ ശക്തിയാൽ പ്രവർത്തിക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെ ആത്മാവിൻ്റെ ദിവ്യപ്രകാശവും ആത്മാവിൻ്റെ പ്രേരണയും വിവേചനശക്തിയും നല്ല പ്രവർത്തന ശക്തിയും ഒക്കെ നമുക്കുണ്ടെങ്കിൽ പിന്നെ അത് പോരെ, ഇനി വേറൊരു നിയമം വേണോ എന്നൊരു വിഷയം നമ്മൾ വിചാരിച്ചേക്കും. അതും യുക്തമാണ് ചോദ്യം. കാരണം പരിശുദ്ധാത്മാവ് വാസിക്കുന്നെങ്കിൽ എല്ലാം നമ്മൾ മനസ്സിലാക്കുന്നെങ്കിൽ പിന്നെ എന്തിനാണ് മറ്റൊരു നിയമം? പക്ഷേ ആത്മാവിൻ്റെ സാന്നിധ്യഫലമായിട്ട് ഒന്നിനെ വിശുദ്ധീകരിക്കപ്പെട്ട വ്യക്തിയിൽ പൂർണ്ണതയിൽ എത്തിച്ചേർന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അത് തീർത്തും അർത്ഥവത്താണ്.
ആത്മാവിൻ്റെ സാന്നിധ്യം ധാരാളം മതിയാകും. നമ്മളെല്ലാവരും ആത്മാവിൻ്റെ പൂർണ്ണത ഉള്ളവരല്ലല്ലോ. നമ്മൾ മറ്റ് ആത്മാക്കളായാലും നമ്മുടെ തന്നെ സ്വന്തം ആത്മാവിനാൽ, മനുഷ്യന് സ്വന്തം ചിന്താഗതിയാൽ നയിക്കപ്പെടാം. പൗലോസിന്റെ കൊരിന്ത്യർ ലേഖനം 1-2 അധ്യായത്തിൽ അദ്ദേഹം ഇതേക്കുറിച്ച് പറയുന്നുണ്ട്. നമ്മുടെ തന്നെ സ്വന്തം ആത്മാവ്, പരിശുദ്ധാത്മാവല്ല, സ്വന്തം മനോഭാവം, ചിന്താഗതി, ബുദ്ധിശക്തി. അപ്പോൾ സ്വന്തം ബുദ്ധിയാൽ നയിക്കപ്പെട്ടേക്കാം, ആത്മാവിലാണ് തെറ്റിദ്ധരിച്ചേക്കാം. ചിലപ്പോൾ ലോകത്തിന്റെ അരൂപിയാൽ നമ്മൾ നയിക്കപ്പെട്ടേക്കാം. ലോകത്തിന്റെ അരൂപി കഥാവിന്റെ അരൂപിയല്ല. ലോകത്തിന്റെ അരൂപി ആത്മാവാണ്, തെറ്റിദ്ധരിച്ചേക്കാം, വഴിതെറ്റിപ്പോയേക്കാം. അപ്പോൾ ഇങ്ങനെ സ്വന്തം ചിന്താഗതിയോ ലോകത്തിന്റെ മനോഭാവമോ അല്ലെങ്കിൽ മറ്റ് വലതുമോ നമ്മുടെ വൈകാരിക പ്രവണതയോ ഒക്കെ ആത്മാവിന്റെ പ്രചോദനം എന്ന് തെറ്റിദ്ധരിക്കാനുള്ള സാധ്യതയും മനുഷ്യജീവിതത്തിൽ സാധ്യമാണ്. അതുകൊണ്ട് ഒരളവ് പോലെ ആവശ്യമായിട്ട് വരും. സാധാരണ മീറ്ററിന്റെ അളവ് എത്രയാണെന്ന് കൃത്യം അറിയുവാനായിട്ട് പാരീസിലെ മീറ്ററിന്റെ അളവ് സൂക്ഷിച്ചു വച്ചിട്ടുണ്ട്. ഈ ലോകത്തിൽ എല്ലായിടത്തുമുള്ള സർവ്വ മീറ്ററുകളും കൃത്യം അതിനോട് ഒത്തിരിക്കണം. ഇതാണ് അടിസ്ഥാന മാനദണ്ഡം. അതുപോലെ തന്നെ ഈ ആടിന്റെ ഗജത്തിന്റെ അളവ് പോലെ ലണ്ടനിൽ സൂക്ഷിച്ചിട്ടുണ്ട്. കൃത്യം ലണ്ടനിൽ സൂക്ഷിച്ചിരിക്കുന്ന ഇത്രയും നീളമുള്ളതാണ് ശരിയായ അളവ്. ലോകത്തിൽ എവിടെയായിരുന്നാലും ഇതിനോട് താരതമ്യപ്പെടുത്തിക്കൊണ്ടെന്ന് മാത്രമേ ശരിക്ക് ഒരു യാർഡ്, ഒരു ഗജം ഇത്രയും തീരുമാനിക്കാൻ പറ്റുകയുള്ളൂ. മീറ്ററിനെ കുറിച്ച് അതിനെ പറയാൻ സാധിക്കും. ഗ്രാമിനെ കുറിച്ച് 1 കിലോഗ്രാം ഇത്രയാണെന്ന് പാരീസിൽ സൂക്ഷിച്ചിരിക്കുന്ന കിലോ കട്ടിയിൽ കൃത്യമുണ്ട്. അത്രയും വേണമെങ്കിലേ അതുണ്ടെങ്കിലേ കൃത്യം 1 കിലോഗ്രാമായി തീരുകയുള്ളൂ. അപ്പോൾ അറിയുന്നത് അളക്കുവാനുള്ള ഒരു മാനദണ്ഡം, തൂക്കുവാനുള്ള ഒരു മാനദണ്ഡം, ഇപ്പോൾ തന്നെ ശരി തെറ്ററിയുന്ന ബാഹ്യ മാനദണ്ഡമുണ്ടെങ്കിൽ മനുഷ്യന് അവൻ്റെ ജീവിതത്തിൽ ശരിയായ മാർഗത്തിലൂടെ പോകുവാൻ സാധിക്കുകയുള്ളൂ. കാരണം ആത്മാവിൻ്റെ പൂർണ്ണത ഇല്ലാത്തതുകൊണ്ട് അളവുപോലെ ആവശ്യമായിട്ട് വരും, കട്ടി ആവശ്യമായിട്ട് വരും, നിയമം ആവശ്യമായിട്ട് വരും, ബാഹ്യമായ നിയമം ആവശ്യമായിട്ട് വരും. നീ കൊല്ലരുത്, നീ മാതാപിതാക്കന്മാരെ അനുസരിക്കണം, നീ വ്യഭിചരിക്കരുത്, നീ മോഷ്ടിക്കരുത്, കൃത്യം പറഞ്ഞിരിക്കുന്നുണ്ട്. ഇത് എന്താണെന്ന് അറിയുവാനായിട്ട് വഴി തന്നിരിക്കുന്നു. പ്രചോദനത്തെ മാത്രം ആസ്പദമാക്കി പോയാൽ ചിലപ്പോഴെങ്കിലും സംശയത്തിന് കാരണമായി തീർന്നേക്കും ഏത് വഴിയിലാണ് പോകേണ്ടതെന്ന്. ദൈവം നേരിട്ട് കൃത്യമായും അളവുകൾ തന്നിരിക്കുന്നു. ആ പ്രമാണങ്ങൾ, ഈ ബാഹ്യ പ്രമാണങ്ങളും ആന്തരിക ആത്മാവിൻ്റെതാ പ്രചോദനം കൂടി ഒന്നു ചേർന്നുകൊണ്ടാണ് നമ്മൾ നയിക്കേണ്ടത്. ബാഹ്യ പ്രമാണങ്ങൾ ക്ലാരിറ്റിയോട്, വളരെ വ്യക്തതയോടുകൂടി വളരെ സ്പഷ്ടമായിട്ട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കി തരുന്നു. ആന്തരിക ചൈതന്യം തരുന്നില്ല, പക്ഷെ ആന്തരിക ചൈതന്യം പരിശുദ്ധാത്മാവ് തരുന്നു. അതുകൊണ്ടും ആയില്ല. അതിലപ്പുറം മറ്റൊരു കാര്യം കൂടി വിധി പ്രസ്താവിക്കുവാനുണ്ട്. വിധി പ്രസ്താവിക്കുന്നത് ഇവിടെ മനസാക്ഷിയുടെ കോടതിയിലാണ്. ആത്യന്തികമായിട്ടും അറിയാം, മനസാക്ഷിയുടേതായ കോടതിയിൽ. ചിലപ്പോൾ നമുക്ക് ബാഹ്യ നിയമം അറിയുവാനായിട്ട് സാധിക്കും. ഒരാളുടെ പ്രവർത്തനം ഈ ബാഹ്യ നിയമത്തിന് അനുയോജ്യമല്ല എന്ന് ബാഹ്യ നിരീക്ഷകന് തോന്നിയേക്കാം. ശരിയായിരിക്കും. അതുകൊണ്ട് നീ ചെയ്തത് തീർച്ചയായിട്ടും പാവമാണെന്ന് പറയുവാനായിട്ട് ബാഹ്യ നിരീക്ഷകന് സാധിക്കുമോ? വ്യക്തിനിഷ്ഠമായിട്ട് പറ്റി വസ്തുനിഷ്ഠമായിട്ട് പറയാൻ സാധിക്കും നീ എന്തായാലും ലംഘിച്ചിരിക്കുന്നതെന്ന്. ആത്മനിഷ്ഠമായ രീതിയിൽ അവന് ഉള്ളിലോട്ട് കടന്നു എന്ന് ചിന്തിക്കുവാനായിട്ട് പ്രയാസമുണ്ട്. കാരണം നിയമത്തിന്റെ അതിർവരമ്പുകൾ കടക്കുന്നത് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ആത്മാവ് മനസാക്ഷിയുടേതായ വിലക്കുകൾ കടക്കുന്നത് ബാഹ്യ നിരീക്ഷകന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുകയില്ല. ഹൃദയ വിചാരങ്ങളെ ദൈവം വെളിപ്പെടുത്തും. ഹൃദയത്തിന്റെ വിധി പ്രസ്താവനകൾ വെളിപ്പെടുത്തുന്നില്ല. അതിനു വേണ്ടിയിട്ട് അവസാന ദിവസം നിൽക്കണമെന്നാണ് ഈ പൗലോസ്ലീഹ റോമാക്കാർക്കുള്ള ലേഖനം 2-ാം അധ്യായം 16-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. എല്ലാം ഞാൻ വിധിക്കുവാനായിട്ട് വരുമ്പോൾ ഉൾപ്പെടും. ഇപ്പോൾ ദൈവം ഒരു തനിക്കായിട്ട് ആത്മാവിന്റെ ഉളറ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് സൂചിപ്പിക്കുക. അതുകൊണ്ട് ബാഹ്യ രൂപത്തിലോട്ട് നോട്ടത്തിലൂടെ ചില കാര്യങ്ങളെല്ലാം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും, അതിലൂടെ വിധിക്കുവാനും സാധിക്കും. പക്ഷെ അത് വിധിക്കുന്നയാളുടെ അറിവിന് അനുസൃതമായിരിക്കും.
10 ക്ലാസ് ധർമ്മശാസ്ത്രത്തെ പഠിച്ച ഒരാൾക്ക് അയാളുടെ അറിവിൻ്റെ തലത്തിൽ നിന്നുകൊണ്ട് വിധിക്കുവാൻ സാധിക്കുകയുള്ളൂ. 4 ക്ലാസ് ധർമ്മശാസ്ത്രം പഠിച്ച ആൾക്ക് അയാളുടെ അറിവിൻ്റെ കൊണ്ട് വിധിക്കാൻ സാധിക്കുകയുള്ളൂ. ധർമ്മശാസ്ത്രത്തിൽ വലിയ ഉപരിപഠനമെല്ലാം നടത്തി മഹാജ്ഞാനിയ ഒരാൾക്ക് അയാളുടെ അറിവിൻ്റെ ഉള്ളിൽ വിധിക്കുവാനായിട്ട് സാധിക്കും. വിശുദ്ധത്തെക്കുറിച്ച് 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് അവൻ്റെ അറിവിൻ്റെ വെളിച്ചത്തിൽ പറയുവാനായിട്ട് സാധിക്കും. വളരെ ഗാഠമായ രീതിയിൽ പഠിച്ച ഒരാൾക്ക് അവൻ്റെ അറിവിൻ്റെ വെളിച്ചത്തിൽ പറയുവാനായിട്ട് സാധിക്കും. ഈ വിചിന്തനങ്ങൾ, വിധി പറച്ചിലുകൾ, തീരുമാനങ്ങൾ പലപ്പോഴും നമ്മുടെ വ്യക്തിപരമായ അറിവിൻ്റെയും വിലയിരുത്തിൻ്റെയും നിരീക്ഷണത്തിൻ്റെയും ഒക്കെ വെളിച്ചത്തിലായിരിക്കുമല്ലോ. ബാഹ്യമായി കാണുന്ന അപ്പുറം കാണുവാനായിട്ട് സാധിക്കും. ഉദാഹരണത്തിനായിട്ട് സാമൂഹ്യ പ്രവാചകനെ കാണണം എന്നുള്ളത് മന്ത്രവാദിനെടുത്ത് പോയതായിട്ട് സാമുവേലിന്റെ പുസ്തകം 1-ാമത്തെ 28-ാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട്. സാവൂള് മന്ത്രവാദിനെ കാണാനായിട്ട് ചെന്നു. മന്ത്രവാദിനെ സാമുവേലിനെ വിളിച്ചു വരുത്തണം. മന്ത്രവാദിന് സാമുവേലിനെ വിളിച്ചു വരുത്തി ശേഷം മന്ത്രവാദിനിക്ക് എപ്പോഴാണ് ഇത് സാവൂളാണെന്ന് പിടികിട്ടിയത്. നീളമായിട്ട് മന്ത്രവാദിനി സാമുവേലിനെ തിരിച്ചു വരുത്തി വിളിച്ചു വരുത്തി. അപ്പോൾ അങ്ങനെ കാര്യം നടക്കുന്നു. ഏതായാലും മന്ത്രവാദിനിക്ക് ചെയ്യാനായിട്ട് പറ്റി. സാമുവേൽ കണ്ടു, മന്ത്രവാദിനെ കണ്ടു, മന്ത്രവാദി സാമുവേലിനെ കണ്ടു. വലിയ കുപ്പായം ധരിച്ച ഒരാൾ കയറി വരുന്ന ഞാൻ കാണുമെന്ന് മന്ത്രവാദിനി പറഞ്ഞു. പൗലോസ്ലീഹ ഫിലിപ്പിയിൽ ആയിരുന്നപ്പോൾ പൗലോസ്ലീഹയും സീലാസും ലൂക്കായും കൂടി പ്രസംഗ സ്ഥലത്തോട്ട് പോകുന്ന വഴിക്ക് എപ്പോഴും ഒരു പെൺകുട്ടി പറഞ്ഞുകൊണ്ടിരുന്നു, ഈ മനുഷ്യർ ദൈവത്തിൽ നിന്നുള്ളവരാണ്, ഇത് രക്ഷയുടെ മാർഗം പഠിപ്പിക്കുന്നു. പിശാചിന്റെ ആവാസമുള്ളതായ സ്ത്രീയാണ് പറയുന്നത്. പിശാചുകളുണ്ട്, പിശാചിന്റെ ആവാസമുള്ള പറയുന്നത് ഈ മനുഷ്യർ ദൈവത്തിൽ നിന്നുള്ളവരാണ്, അവർ രക്ഷയുടെ മാർഗം പഠിപ്പിക്കുന്നു എന്ന പെൺകുട്ടി പൗലോസിന്റെ പുറത്ത് വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു. പല ദിവസമായി കഴിഞ്ഞ് പൗലോസ് പറഞ്ഞു, പിശാച് നീ പുറത്തു പോകൂ എന്ന്. അത്യാവശ്യം സിനഗോഗിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെയും ഒരാൾ പറഞ്ഞല്ലോ, നീ ആരാണെന്ന് എനിക്കറിയാമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അങ്ങനെ അറിവ് അസാധാരണമായ ചില പ്രകടനങ്ങളൊക്കെ നമുക്ക് സാധിക്കും. അതുകൊണ്ടും ദൈവികം അങ്ങനെയൊന്ന് നിർബന്ധമൊന്നുമില്ല സൂചിപ്പിക്കുകയായിരുന്നു. പിശാചിന് സാധിക്കും, മന്ത്രവാദിക്ക് സാധിക്കും. അങ്ങനെ അമേരിക്കയിലെ ഡ്രൂ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർ ഡൺ 30 കൊല്ലം എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചെല്ലാം വലിയ പഠനം നടത്തിയിട്ട് ദൈവങ്ങൾ സിദ്ധികളൊക്കെ ഉണ്ട്. പല കാര്യങ്ങൾ അറിയാൻ സാധിക്കും. യൂറി ഗല്ലർ ഇസ്രായേലിലെ പ്രസിദ്ധനായ ഒരു രഹസ്യാന്വേഷണ വിഭാഗപ്പെട്ട ആളാണ്. അയാൾ 50 കിലോമീറ്റർ അകലെ ഇരുന്ന് ഒരു മീഡിയം വരയ്ക്കുന്ന ഒരു വ്യക്തി വരയ്ക്കുന്ന പടങ്ങൾ 50 കിലോമീറ്റർ ഇവിടെ ഇപ്പം ഇരുന്നുകൊണ്ട് ഒന്നും പറയാതെ അതുപോലെ തന്നെ വരച്ച് കാണിച്ചു കൊടുക്കുമായിരുന്നു പറയുന്നത്. അത് ദൈവികമായ ഒരു കാഴ്ചപ്പാടൊന്നുമല്ല, വെളിച്ചപ്പെടുത്തലൊന്നുമല്ല. അത് എന്താണെന്ന് ചോദിച്ചാൽ മനുഷ്യന് അപഗ്രഥിക്കാനാകാത്ത പല സിദ്ധികളും ഈ ലോകത്തിലുണ്ട് എന്ന് മാത്രം അറിഞ്ഞിരുന്നാൽ മതിയാവും. ഞാൻ സൂചിപ്പിച്ചാൽ ഞാൻ പറയാൻ വന്നത് നിയമം ആവശ്യമാണ് മനുഷ്യന്. ആ നിയമം വേണം. പക്ഷെ ആ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല വിധി. നിയമം നമ്മൾ സ്വാംശീകരിച്ച് ഹൃദയത്തിൻ്റെ ഭാഗമായി തീരുമ്പോൾ നമ്മുടെ മനസാക്ഷിയുടെ ഭാഗം, ആ മനസാക്ഷിയുടെ കോർട്ടിലാണ് നമ്മുടെ ജീവിതത്തിൻ്റെ നിർണയം നടക്കുക എന്ന് സൂചിപ്പിക്കുവാനായിട്ടാണ് വിശുദ്ധ തോമാ മൽപ്പാന് സിൻഡെരേസിസ് എന്ന കാര്യത്തെക്കുറിച്ച് പറയുന്നത്. സിൻഡെരേസിസ് എന്ന് പറഞ്ഞാൽ അടിസ്ഥാന മനുഷ്യന്റെ സ്വഭാവ പ്രകൃതി കൊണ്ട് ലഭിക്കുന്ന അടിസ്ഥാന ചിന്താഗതി, മനോഭാവം, അതാണ് സ്വാഭാവിക നിയമം എന്ന് പറയും. ഇനി അതുകൊണ്ട് മാത്രമല്ല, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് മനസാക്ഷി വിധി പ്രസ്താവി സിനൈഡേസിസ് എന്ന് അദ്ദേഹം പറയും. ഇതിനെ തിരിച്ചറിയുവാനായിട്ട്, വിഭജിക്കുവാനായിട്ട്, തീരുമാനിക്കുവാനായിട്ട് ഫ്രണേസിസ് എന്ന് പറഞ്ഞ് ഓരോന്നിനെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. സിൻഡെരേസിസ്, സിനൈഡേസിസ്, ഫ്രണേസിസ് എന്നുണ്ടെങ്കിൽ മനുഷ്യന്റെ ധാർമ്മിക വിലയിരുത്തൽ ശരിയാകുള്ളൂ എന്നാണ് അദ്ദേഹം തോമാ മൽപ്പാന് പറഞ്ഞിരിക്കുന്നത്. പറയാനായിട്ട് കാരണം, ഒരാൾ ഫ്രാൻസിലെ ടുളൂസിൽ നാവിക വിദ്യാഭ്യാസം നടത്തിയിരുന്ന ഒരു എഞ്ചിനീയർ അദ്ദേഹം എന്നോട് ഞാൻ ചോദിച്ചൊരു കാര്യം ചോദിച്ചതിനെയാണ്. അദ്ദേഹം പറഞ്ഞു, എന്നോട് ഞാനിങ്ങനെ ഒരു മീറ്റിങ്ങിന് പോയപ്പോൾ ഒരു കൗൺസിലറിനോട് പറഞ്ഞു,
നീ മഹാപാപത്തിലാണ് ജീവിക്കുന്നതെന്ന് പറഞ്ഞു. എനിക്ക് പ്രയാസമുണ്ടായി. അപ്പോൾ പിന്നെ അവർ ആവർത്തിച്ച് പറഞ്ഞു, നീ മദ്യപാനം ജീവിക്കുന്ന ഒരു മനുഷ്യനാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ച ആളെങ്ങനെയാണ്? ഇവിടെ ഒരു എഞ്ചിനീയറാണ്, നേവൽ എഞ്ചിനീയർ, നോട്ടിക്കൽ എഞ്ചിനീയറിംഗ്. അപ്പോൾ ഞാനെങ്ങനെയാണ് അറിയാമല്ലോ, അവിടെ ഞാൻ ഫ്രാൻസിലാണ്, അവിടെ ഉച്ചയ്ക്ക് എല്ലാ ഊണിനും അവിടെ വീഞ്ഞ് കൊടുക്കുന്നുണ്ട്, ഞാൻ കുടിക്കുന്നു, അതിലപ്പുറം വേറൊന്നുമില്ല. അപ്പോൾ അത് സാധാരണ അവിടുത്തെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. ഇവിടെ കാപ്പി കുടിക്കുന്നത് പിശകാണെന്ന്, കാപ്പി നിഷിദ്ധമെന്ന് വിചാരിക്കുന്ന സമൂഹത്തിൽപ്പെട്ടവർ പറഞ്ഞേക്കാം. പറയുകയാണെങ്കിൽ അത് നിഷിദ്ധമാവുമോ ചോദിച്ചാൽ ആകില്ല. വിധിക്കുന്നതിൻ്റെ മനോഭാവം, എൻ്റെ അറിവ്, എൻ്റെ ധാർമ്മിക ചിന്താഗതി, ഈ നിലവാരം, ഉപയോഗിക്കുന്ന മാനദണ്ഡങ്ങൾ എല്ലാം പ്രധാനപ്പെട്ട കാര്യങ്ങളെ സൂചിപ്പിക്കുവാനും മാത്രമായിരുന്നു. പൗലോസ് അപ്പോസ്തലൻ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 14-ാം അധ്യായത്തിൽ 2 മനസാക്ഷികളെക്കുറിച്ച് പറയുന്നു. ഒന്ന് വീക്ക്, മറ്റ് സ്ട്രോങ്, ദുർബലം, ശക്തം. രണ്ടുപേരും ചെയ്യുന്നത് ഒരു കാര്യം, ഒരാൾ തെറ്റെന്ന് പറയുന്നു, ഒരാൾ ശരിയെന്ന് പറയുന്നു. മൂന്നാമതൊരാൾ എങ്ങനെയാണ് ഇയാളെ വിധിക്കുക? പൗലോസ് പറയുന്നു, നീ ദൈവത്തിൻ്റെ വേലക്കാരനെ വിധിക്കാനായിട്ട് പോകേണ്ട എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അവിടെ കൊരിന്ത്യർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 8 മുതൽ 10 വരെയുള്ള അധ്യായത്തിൽ ഇതേ ആശയം തന്നെ വരുന്നുണ്ട്. ദുർബല മനസാക്ഷി, ശക്തമായ മനസാക്ഷി, ഏതാണ് ശരി, ഏതാണ് തെറ്റ്. അവിടെയും അദ്ദേഹം തത്വത്തിൻ്റെ അടിസ്ഥാനത്തിൽ തീരുമാനിക്കുന്നില്ല, പിന്നെയോ തീരുമാനിക്കുന്നത് ദുർമാതൃകയുടെ അടിസ്ഥാനത്തിൽ തീരുമാനമെടുക്കുന്നു. അപ്പോൾ ഞാൻ സൂചിപ്പിക്കുന്നത് മറ്റൊന്ന് ഇതാണ്, അതായത് ദൈവത്തിൻ്റെ പ്രമാണം നമുക്ക് ആവശ്യമാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവിടെ ഇരിക്കുന്നത്. അതിൻ്റെ ഉള്ളടക്കം, അന്തസത്ത നമ്മുടെ മനസാക്ഷി സ്വന്തമായി മനസാക്ഷിയുടെ തീരുമാനമാണ് നമ്മൾ അനുസരിക്കേണ്ടത്, അനുസരിച്ചാണ് പോകേണ്ടത്. മനസാക്ഷി ശക്തമായിരുന്നാൽ, അത് ശരിയായിരുന്നാൽ, വ്യക്തമായിരുന്നാൽ ശരിച്ചു പോകണം. സംശയാസ്പദമായിരുന്നാൽ വേറെ മാർഗങ്ങളുണ്ട്. അതേക്കുറിച്ച് ഞാൻ പറയാൻ ഉദ്ദേശിച്ചല്ല, എങ്ങനെയോ മനസ്സിൽ ഒന്നുപോയെന്ന് മാത്രമേ ഉള്ളൂ. നമ്മളുടെ ഞാൻ പറയാൻ വന്നത് മുഖ്യമായിട്ടും ദൈവത്തിൻ്റെ ആത്മാവിൻ്റെതായ അഭിഷേകത്തെക്കുറിച്ചാണ് പറയാൻ വന്നത്. ആത്മാഭിഷേകം പ്രാപിച്ചവരാണ് നമ്മളെല്ലാവരും. ആത്മാവിൻ്റെ അച്ചാരം ദൈവം നമുക്ക് മാമോദീസയിൽ തരുന്നുണ്ട്. ആത്മാവിൻ്റെതായ സീല് ഓരോരുത്തരുടെയും തലയിൽ അടിക്കുന്നു. അതിൻ്റെ ഫലമായിട്ട് ആത്മാവിൻ്റെ സാന്നിധ്യം നമ്മളുടെ ഓരോരുത്തരുടെയും മനസ്സിലുണ്ട്. ഈ ആത്മാവിൻ്റെ സാന്നിധ്യവും സമയത്തതിന് ബാഹ്യ നിയമവും ഒന്നും ചെയ്യുന്നു നമ്മുടെ മനസാക്ഷിയെ ശരിയായ തീരുമാനം എടുക്കുവാനായിട്ട് സഹായിക്കുന്നു. ദൈവാത്മാവിനെ കൂടാതെ നമുക്ക് ക്രിസ്ത്യാനി എന്ന് പറയാനായിട്ട് സാധിക്കില്ലല്ലോ. ദൈവാത്മാവിൻ്റെ സാന്നിധ്യമാണ് യഥാർത്ഥത്തിൽ നമ്മളെ ദൈവമക്കളാക്കുന്നത്. പുത്രൻ്റെ ആത്മാവ്, പുത്രനിൽ നിന്ന് പുറപ്പെടുന്ന ആത്മാവ്, പുത്രൻ്റെ ആത്മാവുള്ളവന് പുത്രൻ. അവൻ പുത്രൻ്റെ ആത്മാവിന് സ്വീകരിച്ചവരായതുകൊണ്ടാണ് നമ്മളെല്ലാവരും പുത്രന്മാരായി തീർന്നിരിക്കുന്നത്. പുത്രന്മാരെന്നുള്ളൊരു ഒരു ഒരു ഭാവന അല്ല, ഇവിടെ യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യം ആത്മാവിന് നമുക്ക് ലഭിക്കുന്നുണ്ട്, ആത്മാവിൽ വസിക്കുന്നുകൊണ്ടാണ്. അതിൽ വസിക്കുന്ന ആത്മാവ് ശരിയായി നമ്മൾ പഠിപ്പിക്കുന്നു. ഈ ആത്മാവിൻ്റെ പ്രേരണയും പ്രചോദനവും ദൈവത്തിൻ്റെ നിയമവും ചേർന്നുകൊണ്ട് നമ്മുടെ മനസാക്ഷിയുള്ളിലാണ് നമ്മൾ തീരുമാനിക്കുക, അനുസരിച്ച് നമ്മൾ പോകേണ്ടി വരിക. ഒന്നും ഔത്തരവാദത്തിൽ നിന്നും ഒരു കാരണവശാലും ഒഴിഞ്ഞു മാറാൻ സാധിക്കില്ല. നമ്മുടേതായ യുക്തി, നമ്മുടേതായ അറിവ്, നമ്മുടേതായ തീരുമാനിക്കുവാനുള്ള കഴിവ് അതെല്ലാം എപ്പോഴും പ്രയോജനപ്പെടുത്തിക്കൊണ്ട് വേണം നമ്മൾ പോകുവാനായിട്ട്. അതിൻ്റെ വെളിച്ചത്തിലാണ് മനുഷ്യജീവിതം മുമ്പോട്ട് നയിക്കേണ്ടത്. ഇതേക്കുറിച്ചെല്ലാം നമ്മൾ പഠിപ്പിക്കുവാനായിട്ട്, ധ്യാനിക്കുവാനായിട്ട്, പ്രാർത്ഥിക്കുവാനായിട്ട് ഇവിടെ 2-3 ദിവസം കൂടിയിരിക്കുക. അനുഷ്ഠികമായിട്ട് എൻ്റെ കാര്യം സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. മുഖ്യമായിട്ട് ഞാൻ പ്രവേശിക്കാൻ ഉദ്ദേശിച്ചത് പരിശുദ്ധാത്മൻ്റെതായ വലിയ ശക്തി, വലിയ സാന്നിധ്യം, വലിയ പ്രവർത്തനം ജീവിതത്തിൽ ഉണ്ടാകുവാനായിട്ട് ഈ വലിയ ദിവസങ്ങളിൽ ഇടയാകട്ടെ എന്നുള്ള അല്പം സാന്നിധ്യമുണ്ട്. അവനോട് ഉണർത്തുവാനായിട്ട് തിമോത്തിക്ക് എഴുതിയ എന്ത് പറയുന്നുണ്ടോ, എൻ്റെ കൈവപ്പോയി നിങ്ങൾക്ക് ലഭിച്ച ആത്മാവിനെ ഉണർത്തുവിൻ. ആത്മാവിനെ ഉണർത്തുവാനായിട്ട് നമ്മളുടെ വന്നുകൂടിയിരിക്കുക. ആത്മാവ് ഉണരുന്നതിന്, ശക്തിപ്പെടുത്തുന്നതിന്, ഇവിടെ ആശ്വസിപ്പിക്കുന്നതിന്, പ്രചോദിപ്പിക്കുന്നതിന് ഈ ദിവസങ്ങൾ സഹായമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവിടെ നമ്മൾ നയിക്കാൻ വന്നിരിക്കുന്ന സേവരച്ചനും അതിൻ്റെ ടീമിൽപ്പെട്ടവർക്കും ഹൃദയപൂർവ്വം ഈ അവസരത്തിൽ സ്വാഗതം ആശംസിക്കുന്നു. എല്ലാവർക്കും സ്വാഗതം ആശംസിച്ചുകൊണ്ട് വാക്കുകൾ ഇന്ന് സംഭരിക്കുകയാണ്.
നമ്മുടെ ഈ ഉദ്ഘാടന സമ്മേളനത്തിലെ അനുഗ്രഹദായമായ സമ്മേളനത്തിൽ നന്ദി അർപ്പിക്കുവാനായി കോതമംഗലം രൂപതയുടെ പ്രാർത്ഥനാ ഗ്രൂപ്പിന്റെ ഡയറക്ടറും ഈ കൺവെൻഷന്റെ കൺവീനറുമായ ബഹുമാനപ്പെട്ട തോമസ് ചെപ്പറയിടം അച്ഛനെ ക്ഷണിക്കുന്നു. അഭിവന്ദ്യ പിതാവേ, വേദിയിലുള്ള വിശിഷ്ട വ്യക്തികളെ, പ്രിയ ബഹുമാനപ്പെട്ട വൈദികരെ, പ്രിയ സിസ്റ്റേഴ്സ്, സഹോദരി സഹോദരന്മാരെ, മറ്റ് സ്നേഹിതരെ, ഈ വേദിയിലുള്ള എല്ലാവരും ഇപ്പോൾ എനിക്ക് വേണ്ടി ശരിക്കും പ്രാർത്ഥിക്കുന്നുണ്ട് എന്നെനിക്കറിയാം. ആ പ്രാർത്ഥന ദൈവമേ അച്ഛൻ നന്ദി പ്രകടനം നീട്ടി പറയരുത് എന്നുള്ളതാണ്. അത് എനിക്ക് മനസ്സിലാകുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം ഉത്തരം തന്നിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ആരംഭിക്കുകയാണ്. നമ്മളിവിടെ എല്ലാവരും എത്തിച്ചേർന്നിരിക്കുന്നത് അഭിവന്ദ്യ പിതാവിനെയും പ്രിയമുള്ള സേവ്യർ ഖാൻ വട്ടായിലച്ചനെയും സേവിക്കുവാൻ വേണ്ടിയിട്ടാണ്. സത്യത്തിൽ ഈ വലിയൊരു അവസരം നമുക്ക് കിട്ടിയിരിക്കുന്നത് ഭയങ്കരമായ ഒരു ഭാഗ്യമാണ്. ഇവിടെ ഇരിക്കുന്നവർ തീർച്ചയായും അനുഗ്രഹീതരാണ്. ഇത്രയും വലിയൊരു പന്തലിൽ ഇരുന്നു കൊണ്ട് പക്ഷേ ചിലപ്പോൾ ചിലരെങ്കിലും സംബന്ധിച്ച് ആദ്യമായിട്ടായിരിക്കും ഇത്രയും വലിയൊരു പന്തലിനകത്തിരിക്കുക. അതും ദൈവാനുഗ്രഹത്താൽ വളരെ ഭംഗിയായി ക്രമീകരിക്കുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇത് ദൈവം തന്ന ദിവസങ്ങളാണ്, ദൈവം തരുന്ന അവസരമാണ്. 3 വർഷമായി ഈ പ്രദേശത്തെ ഈ രൂപതയിലെ എല്ലാ വിശ്വാസികളും നാനാജാതി മതസ്ഥരും വളരെ ആത്മാർത്ഥതയോടെ ആഗ്രഹിച്ചു കാത്തിരുന്ന വലിയൊരു സംഭവമാണ് ഈ അഭിഷേകാഗ്നി കൺവെൻഷൻ. അതുകൊണ്ട് ഇത് ഇപ്രകാരം ക്രമീകരിക്കപ്പെടാൻ ഇടയായതിന് നല്ല ദൈവത്തോടുള്ള എല്ലാ നന്ദി സന്തോഷമെല്ലാം അറിയിച്ചുകൊണ്ട് ഉയർന്ന സ്വരത്തിൽ കരങ്ങളടിച്ച് ദൈവനാമത്തിന് മഹത്വം അർപ്പിക്കും. ഇപ്രകാരം ഒരു ദൈവാനുഗ്രഹം നമ്മിലേക്ക് കടന്നു വരും ഇടയായത് നമ്മുടെ രൂപതാധ്യക്ഷനായ അഭിവന്ദ്യ പിതാവ് വളരെ വളരെ താല്പര്യമെടുത്തതുകൊണ്ടാണ്. ഇപ്പോൾ പിതാവ് എത്രയോ പൈതൃകമായ താല്പര്യത്തോടെ നമ്മോട് സംസാരിച്ചു. വളരെ പ്രൗഢഗംഭീരമായ വചന സന്ദേശം നമുക്ക് നൽകി. വളരെ ദൈവശാസ്ത്രത്തിന് ആഴങ്ങൾ അറിഞ്ഞുകൊണ്ട് അഭിഷേകത്തെക്കുറിച്ച് വളരെ വളരെ മനോഹരമായ പ്രബോധനപരമായ നല്ലൊരു സന്ദേശം പിതാവ് നൽകി. എന്നിട്ടും അവസാനിപ്പിച്ച് നിങ്ങൾ ശ്രദ്ധിച്ചു കാണും, എല്ലാവരെയും പ്രത്യേകം സ്വാഗതം ചെയ്യുന്നുവെന്ന്. അതിൻ്റെ അർത്ഥം എന്താണ്? രൂപതാ കുടുംബത്തിന്റെ പിതാവ് എന്നുള്ള നിലയിൽ ഈ വലിയ പ്രോഗ്രാം ക്രമീകരിച്ച് അഭിവന്ദ്യ പിതാവ് ഇന്ന് വലിയ സന്തോഷത്തിലാണ്. എനിക്ക് 100% ഉറപ്പുണ്ട്. ഏറ്റവും ആദ്യം പ്രാർത്ഥനാ ഗ്രൂപ്പിന്റെ ആഭിമുഖ്യത്തിൽ ഒരു കൺവെൻഷൻ ക്രമീകരിക്കുവാൻ വേണ്ടിയിട്ട് ബഹുമാനപ്പെട്ട സേവ്യർ ഖാൻ വട്ടായിലച്ചനെ 3 വർഷം മുമ്പേ വിളിച്ചു. അച്ഛൻ നമുക്ക് ഈ ഡേറ്റ് തന്നു. ഇങ്ങനെ സേവ്യർ ഖാൻ വട്ടായിലച്ചനെ ഡേറ്റ് തന്ന് ഇത് സംഭവിക്കുമെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ വളരെ സന്തോഷമായിട്ട് ഈ കാര്യം വലിയൊരു രൂപതാ കൺവെൻഷനായിട്ട് നീങ്ങണം എന്നുള്ള ഒരു ആഗ്രഹത്തോടു കൂടി അഭിവന്ദ്യ പിതാവിനോട് പറഞ്ഞപ്പോൾ അപ്പോഴേക്കും KCBCയുടെ ധ്യാനവും കഴിഞ്ഞിരുന്ന സമയമായിരുന്നു. സേവ്യർ ഖാൻ വട്ടായിലച്ചനെ ടീമുമായിരുന്നു നടത്തിയിരുന്നത്. വളരെ വലിയ താല്പര്യത്തോടെ പിതാവ് അത് ഏറ്റെടുത്തു. പിതാവ് തന്നെ സത്യത്തിൽ ഇതിന് നേതൃത്വം നിന്നുകൊണ്ട് വളരെ വ്യക്തമായ കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകുകയായിരുന്നു. അതുകൊണ്ടാണ് ഒന്നിനും കുറവ് വരാതെ ഇത്രയും മനോഹരമായിട്ട് ഈ പന്തലുകളൊക്കെ ക്രമീകരിക്കപ്പെടുവാനും വളരെ ഭംഗിയായ എല്ലാ ക്രമീകരണങ്ങളും ചെയ്യുവാനും ഇന്ന് രൂപതയിലെ 70ഓളം അച്ഛന്മാർ ഇപ്പോൾ തന്നെ ഇവിടെയുണ്ട്. അടുത്തിരിക്കുന്നവരെ എനിക്ക് കാണുവാൻ സാധിക്കുന്നുള്ളൂ. മറ്റ് ധാരാളമായിട്ടുള്ള ആത്മാവിശ്വാസികൾ, സിസ്റ്റേഴ്സ് എല്ലാവരും എത്തിച്ചേർന്നിരിക്കുന്നു. അതുകൊണ്ട് ശക്തമായ ഈ നേതൃത്വത്തിന് ഇന്ന് നമ്മോടൊപ്പം ആയിരിക്കുന്നതിന് കൺവെൻഷൻ സേവിക്കുവാൻ പരമാവധി സമയം വേദിയിൽ ഉണ്ടായിരിക്കുമെന്ന് പിതാവ് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. എല്ലാത്തിനെയും ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ പിതാവിനോട് നമ്മുടെ സ്നേഹവും നമ്മുടെ വലിയ സന്തോഷവും ധീരമായ ആധ്യാത്മികമായ നേതൃത്വത്തിനുള്ള നമ്മുടെ വലിയ കടപ്പാടുമെല്ലാം അറിയിച്ചുകൊണ്ട് നന്നായി കൈയടിച്ച് പിതാവിന് നമുക്ക് നന്ദി അർപ്പിക്കാം. ഈ കൺവെൻഷൻ ഭംഗിയായി ക്രമീകരിക്കപ്പെടുവാൻ ബഹുമാനപ്പെട്ട ജനറൽ അച്ഛന്മാരുടെ നേതൃത്വത്തിൽ കമ്മിറ്റി രൂപീകരിച്ച് വളരെ ഭംഗിയായി പ്രവർത്തനങ്ങൾ നടന്നു. നമ്മൾ ഉദ്ദേശിച്ചതുപോലെ വളരെ കൃത്യസമയത്ത് തുടങ്ങുവാനും കാര്യങ്ങളെല്ലാം നീങ്ങുവാനും എല്ലാം ഇടയായി. ഞാൻ ഒട്ടും ദീർഘിപ്പിക്കുന്നില്ല. ബഹുമാനപ്പെട്ട മോൺസിങ്ങോ ഫ്രാൻസിസ് ആലപ്പാട്ടച്ചനും ബഹുമാനപ്പെട്ട മോൺസിങ്ങോ തോമസ് മലയകുടി അച്ഛനും നമ്മുടെ വികാരി ജനറൽ അച്ഛന്മാർ 2 പേർക്കും ഏറ്റവും സ്നേഹത്തോടെ ഞാൻ നന്ദി പറയുന്നു. കത്തീഡ്രൽ പള്ളി വികാരിയച്ഛൻ ബഹുമാനപ്പെട്ട തോമസ് പെരിയപുറമച്ഛൻ, നമ്മുടെ ഫൊറോന വികാരിയച്ഛന്മാർ, ബിഷപ്സ് ഹൗസിലെ വിവിധ സംഘടനകളുടെ ഡയറക്ടർമാർ, മറ്റച്ഛന്മാർ എല്ലാം
വളരെ വളരെ താല്പര്യത്തോടെ രൂപതാ കൺവെൻഷൻ ഒരു വിജയമായി നീങ്ങുവാൻ വേണ്ടി ആത്മാർത്ഥോടെ അധ്വാനിച്ചു. എല്ലാ വികാരിയച്ഛന്മാരും ഏറ്റവും സ്നേഹത്തോടെ ഇതിനോട് ഉൾച്ചേർന്ന് പ്രവർത്തിച്ചു. വിവിധ കമ്മിറ്റികളിലെ പ്രവർത്തിച്ച ഒത്തിരിയേറെ പേരുണ്ട്. ഇവർക്കെല്ലാം ഒപ്പം നിന്നുകൊണ്ട് ധാരാളം ആത്മായ ശുശ്രൂഷകരും സിസ്റ്റേഴ്സും കഠിനാധ്വാനം ചെയ്തു. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, ഈ സ്റ്റേജും മനോഹരമായി അലങ്കരിക്കപ്പെട്ടിരിക്കും, മറ്റു കാര്യങ്ങൾ ക്രമീകരണങ്ങളെല്ലാം ഭംഗിയായി വന്നിരിക്കുന്നത്. അതുകൊണ്ട് ആരുടെയും പേരിനെ എടുത്തു പറയാതെ എല്ലാ വൈദികർക്കും എല്ലാ സിസ്റ്റേഴ്സിനും നേതൃത്വത്തിലുണ്ടായ എല്ലാ ആത്മായ ശുശ്രൂഷകർക്കും ഏറ്റവും സ്നേഹത്തോടെ ഞാൻ നന്ദി പറയുന്നു. ഈ ആത്മീയ ശുശ്രൂഷകൾക്കെല്ലാം നേതൃത്വം നൽകുന്ന, ഇപ്പോൾ വളരെ താല്പര്യത്തോടെ നമ്മൾ സേവിക്കുവാൻ വേണ്ടി തയ്യാറായിരിക്കുന്ന പ്രിയപ്പെട്ട സേവ്യർ ഖാൻ വട്ടായിലച്ചൻ, അച്ഛനെക്കുറിച്ച് ഒന്നും പറയേണ്ടതില്ല എന്നുള്ളത് നിങ്ങൾക്കറിയാം. അച്ഛനൊന്ന് പറയാൻ അനുവദിച്ചാൽ മതി എന്നുള്ളതാണ് നമ്മുടെയൊക്കെ മനസ്സിന്റെ ആഗ്രഹം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒട്ടും ദീർഘമായി പറയാതെ, കേരള സഭയിൽ ഈ നാളുകളിൽ വലിയൊരു ആത്മീയ വളർച്ചയ്ക്ക്, ഭയങ്കരമായ ഒരു അഭിഷേകത്തിന്, പൗരോഹിത്യ ശുശ്രൂഷയുടെ അഭിഷേകത്തിന്റെ ആധികാരികതയെക്കുറിച്ച് കൂടുതൽ പ്രബോധനങ്ങൾ നൽകിയതിന്, അത് വ്യക്തി ജീവിതത്തിലൂടെ തെളിയിച്ചു തന്നതിന്, അച്ഛനോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുവാൻ വേണ്ടിയിട്ട് ബിനോയ് അച്ഛൻ, ഇപ്പോൾ നമ്മോടൊപ്പമുള്ള സാജു അച്ഛൻ, മറ്റനേകം വൈദികർ, യുവ വൈദികരുടെ വലിയൊരു ടീമിനെ വാർത്തെടുക്കുന്നതിന്, അഭിവന്ധ്യ പാലക്കാട് രൂപതാധ്യക്ഷനോടൊപ്പം ചേർന്നുകൊണ്ട് വളരെ ഭംഗി എല്ലാ കാര്യങ്ങളും ക്രമീകരിക്കുന്നതിന് എല്ലാം അച്ഛൻ ഒത്തിരിയേറെ ശ്രദ്ധ വയ്ക്കുന്നു. കേരളത്തിന് പുറത്തും വിദേശത്തും ഒത്തിരിയേറെ സ്ഥലങ്ങളിൽ ഓടി നടന്ന് അഭിവന്ധ്യ പിതാവ് പറഞ്ഞതുപോലെ വചന ശുശ്രൂഷ നിർവഹിക്കുന്നു. എല്ലാം ഓർത്തുകൊണ്ട് കേരള സഭയ്ക്ക് അഭിമാനമായി, സന്തോഷമായി, സമ്മാനമായി ദൈവപിതാവ് നൽകിയ വട്ടായിലച്ഛൻ എന്ന വലിയ പുരോഹിതനെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട്, ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ടും, ഈ അച്ഛന്റെ എല്ലാ ശുശ്രൂഷകളെയും ദൈവീകരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ടും, ഇപ്പോൾ നമ്മോടൊപ്പം ആയിരിക്കുന്നതിനുള്ള നമ്മുടെ മനസ്സിന്റെ ഹൃദയത്തിന്റെ എല്ലാ സന്തോഷവും പ്രകടിപ്പിച്ചുകൊണ്ടും നമുക്ക് കരങ്ങളടിച്ച് വലിയ നന്ദി അറിയിക്കാം. അച്ഛനോടൊപ്പം വന്നിരിക്കുന്ന പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട അച്ഛന്മാരെ എല്ലാവരെയും പരിചയപ്പെടുത്തി സംസാരിച്ചു. അവരെ ഓരോരുത്തരെയും നന്ദിപൂർവ്വം ഞാൻ അനുസ്മരിക്കുകയാണ്. ഇനി സ്റ്റേജിലായിരിക്കുന്ന വ്യക്തികൾ, നിങ്ങൾക്കറിയാം, ആരും ആശംസ പറഞ്ഞില്ല. കാരണം സമയം നീണ്ടുപോകാതിരിക്കുവാൻ വേണ്ടിയിട്ട് അവരെ ഒന്ന് പരിചയപ്പെടുത്തിക്കൊണ്ട് മാത്രം ഞാൻ അവസാനിപ്പിക്കുന്നു. എല്ലാ സിസ്റ്റേഴ്സിനെയും പ്രൊവിൻഷ്യൽ പ്രതിനിധീകരിച്ചുകൊണ്ട് SHന്റെ പ്രൊവിൻഷ്യൽ റവറൻഡ് സിസ്റ്റർ ക്രിസ്റ്റി അറക്കത്തോട്ടം, രൂപതാ പ്രാർത്ഥനാ ഗ്രൂപ്പിന്റെ കോർഡിനേറ്റർ ശ്രീ ബാബു നമ്പ്യാപറമ്പിൽ, ഒന്ന് എഴുന്നേറ്റ് നിൽക്കാവോ? സിസ്റ്റർ ക്രിസ്റ്റി കൂടി എന്നിരിക്കും. ഈ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ പ്രിൻസിപ്പൽ പ്രിയപ്പെട്ട ജിജി ജോർജ്, അദ്ദേഹം വളരെ വളരെ താല്പര്യത്തോടെ എളിമയോട് ഒത്തിരിയേറെ ശുശ്രൂഷകൾ ചെയ്തു. എല്ലാം നന്ദിപൂർവ്വം ഞാൻ അനുസ്മരിക്കുന്നു. എപ്പോഴും ഗ്രൗണ്ടിൽ വരാനൊക്കെ ശ്രദ്ധിച്ചു. അതോടൊപ്പം പാസ്റ്റർ കൗൺസിലിന്റെ പ്രതിനിധിയായ ശ്രീ ജോർജ് കേളകത്ത്, ഈ കത്തീഡ്രൽ ഇടവകയെ പ്രത്യേകമായി പ്രതിനിധീകരിച്ചുകൊണ്ടും കൈക്കാരന്മാരുടെ പ്രതിനിധിയായി നിന്നുകൊണ്ടും ശ്രീ ചെറിയൻ തെക്കേക്കുന്നേൽ, ഇവിടെയുള്ള നമ്മുടെ സ്ത്രീജനങ്ങളെ മുഴുവൻ പ്രതിനിധീകരിച്ചുകൊണ്ട് പ്രാർത്ഥനാ ഗ്രൂപ്പിന്റെ മധ്യസ്ഥ പ്രാർത്ഥന കോർഡിനേറ്റർ ശ്രീമതി ലിസി ജോസ്, ഇവർക്കെല്ലാവർക്കും നമ്മുടെ സന്തോഷം അറിയിച്ചുകൊണ്ട് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് കരങ്ങളടിച്ച് നന്ദി അറിയിപ്പിക്കാം. ഇന്ന് ഈ സമ്മേളനത്തിൽ നമ്മോടൊപ്പമായിരിക്കുന്ന മുഴുവൻ സമയവും പങ്കെടുത്ത മുനിസിപ്പൽ ചെയർമാൻ പ്രിയപ്പെട്ട ശ്രീ KP ബാബു, അതോടൊപ്പം XMLA ശ്രീ ജോണി നെല്ലൂർ എന്നിവർക്കും, അദ്ദേഹം പാസ്റ്റർ കൗൺസിലിന്റെ മെമ്പറാണ്, എല്ലാവർക്കും, ഇവർക്ക് രണ്ടുപേർക്കും പ്രത്യേകമായി എല്ലാവരുടെയും പേരിൽ നന്ദി അറിയിക്കുന്നു. ഇനി വിവിധ മാധ്യമങ്ങളിൽ നിന്ന് വരുന്ന മാധ്യമ പ്രതിനിധികളുണ്ട്, ലൈറ്റ് ആൻഡ് സൗണ്ട് സിസ്റ്റം ക്രമീകരിക്കുന്നവരുമുണ്ട്. ഇവിടെ TV സ്ക്രീനിലേക്ക് ഇതിന്റെ സംവിധാനങ്ങൾ, ടോക്കുകളൊക്കെ നൽകിക്കൊണ്ടിരിക്കുന്നവരുണ്ട്. സെഹിയോനിൽ നിന്ന് വന്നിരിക്കുന്ന ടീം അംഗങ്ങളുണ്ട്. ഇവർക്കെല്ലാവർക്കും ഇതിൽ പങ്കെടുക്കുന്ന വ്യക്തികൾ എന്നുള്ള നിലയിൽ നമ്മുടെ നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് നമുക്ക് നന്ദി പറയാം. വോളണ്ടിയേഴ്സ് ആയിട്ടുള്ള എല്ലാവരെയും, പങ്കെടുക്കുവാൻ വന്നിരിക്കുന്ന നിങ്ങളെല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ ഈ സമ്മേളനം അല്ലെങ്കിൽ ഈ വലിയ കൺവെൻഷൻ ഇത്രയും വിജയമായി നന്നായി നീങ്ങുന്നതിന് ഇടയായത് നിങ്ങളെല്ലാവരുടെയും സാന്നിധ്യമാണ്. ഞാൻ ആരെയും വിട്ടു എന്ന് തോന്നുന്നില്ല, സമയം കുറവായതുകൊണ്ട് ഞാൻ പെട്ടെന്ന് നിർത്തുകയാണ്. ഇവിടെ ആയിരിക്കുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ദൈവനാമത്തിന് മഹത്വം അർപ്പിച്ചുകൊണ്ട് കൺവെൻഷൻ എല്ലാവർക്കും അനുഗ്രഹീതമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നന്ദി.
നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാം. തുടർന്ന് നടക്കുവാൻ പോകുന്ന വചന കൺവെൻഷനെ സമർപ്പിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ വചനം പട്ടായലച്ചനിലൂടെ നമ്മിലേക്ക് കടന്നു വരുന്നത് ഒഴുകിയെത്തുന്നതിനെ മുൻകൂട്ടി കണ്ടുകൊണ്ട് സർവശക്തൻ നാമം മഹത്വപ്പെടാൻ ആഗ്രഹിച്ചുകൊണ്ട് ഇരു കരങ്ങളും ഉയർത്തി നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ദൈവമേ ആരാധനയ്ക്ക് സ്തോത്രം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ദൈവമേ ആരാധനയ്ക്ക് സ്തോത്രം 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 സ്തോത്രം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ദൈവമേ ആരാധനയ്ക്ക് സ്തോത്രം. ഹല്ലേലൂയ. ദൈവമേ ആരാധന ഈശ്വരാരാധന സ്തോത്രം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ദൈവമേ ആരാധന സ്തോത്രം. ഹല്ലേലൂയ. ദൈവ സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. വളരെ ഉയർത്തിയിട്ട് ഉറക്കെന്ന് പറയാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഞാൻ മൈക്ക് പ്രിയ ബഹുമാനപ്പെട്ട വട്ടായിലച്ചനെ കൈമാറുകയാണ്. അച്ഛനെ ഏറ്റവും സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് വചനമഗ്ഗിക്കൊണ്ട് ക്ഷണിക്കുന്നു. നമുക്ക്